അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ചെയ്ത വീഡിയോ കഴിഞ്ഞ് നമ്മളോട് കുറേ പേര് മക്കൾക്ക് സുഖമായോ എന്നൊക്കെ ചോദിച്ചു. എല്ലാവരും ഇപ്പോൾ ഓക്കെയാണ്, ഒരുവിധം എല്ലാവരും ഓക്കെയാണ്. എനിക്കൊരു 2 കിലോ കൂടിയിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും നമുക്ക് മെൻ്റലി ഫിസിക്കലി നമ്മൾ നല്ല ബെറ്ററായി. കാരണം കുറേ പേര് നമ്മളോട് ചോദിച്ചു. അപ്പോൾ അതിനുള്ളൊരു ഉത്തരം ആദ്യം തന്നാണ്. കുറേ പേര് അന്വേഷിച്ചു, കുറേ പേര് അറിഞ്ഞിട്ടുണ്ടായില്ല. വീഡിയോയിലൂടെ ഒക്കെ നമ്മുടെ ബന്ധുക്കൾ പോലും കുറേ പേര് വീഡിയോ ചെയ്തിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ അവർ വിളിച്ച് അന്വേഷിച്ചു. അപ്പോൾ അങ്ങനെ എല്ലാവരും ഓക്കെ ആയിരിക്കും. പിന്നെ തീർച്ചയായിട്ടും സുഖം. ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ പുതിയ വീഡിയോ. അതായത് ത്രേസ്യാമ്മയ്ക്ക് ഒരു പരാതി ഉണ്ട്. ഞാൻ ഭയങ്കരമായിട്ട് വണ്ടികൾക്ക് അഡിക്റ്റഡ് ആണോ ത്രേസ്യാമ്മ? അതെ അതെ. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ചെറുപ്പം മുതലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വണ്ടികൾ. ഞാനിപ്പോഴും ഇപ്പം ഇന്നലെ നടന്നൊരു സംഭവം പറയാം. അതായത് ത്രേസ്യാമ്മ കുറച്ച് സാധനങ്ങൾ മേടിക്കാനായിട്ട് എന്നെ കടയിലേക്ക് പറഞ്ഞു വിട്ടു. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടെ കുറച്ച് കാറുകൾ ഇരിക്കുന്നുണ്ട്, കുഞ്ഞി കാറുകൾ. അപ്പോൾ ഞാൻ അതിനകത്ത് എനിക്ക് ഏറ്റവും രസമുള്ളൊരു കാറ് നോക്കി മേടിച്ചുകൊണ്ട് വന്നിട്ട് ഞാനത് വന്നപ്പോൾ തന്നെ ജോണും അത് കൈക്കലാക്കി. അപ്പോൾ ത്രേസ്യാമ്മ ചോദിച്ച് എന്തിനാണ് ചോദിച്ചാൽ ഇത്രയും കാറ് വേണമുള്ളപ്പോൾ വീണ്ടും ഈ കാറ് മേടിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, അതായത് ഐഡിയ അത് എനിക്ക് വേണ്ടി മേടിച്ചതാണ് ഞാൻ. പക്ഷെ അതുകൊണ്ട് അവനെ കൊടുക്കാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അവനെ കൊടുത്തു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞേ സഹകരണം എന്താ പറയാ, സാഹചര്യം കൊണ്ട്. അതെ, സാഹചര്യം കൊണ്ട് ഞാൻ കൊടുത്തു പോയത്, അല്ലെങ്കിൽ അത് എനിക്ക് വേണ്ടി മേടിച്ചത്. ഞാൻ ഞെട്ടിപ്പോയി. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ അത്രയും കാറ് ഭ്രാന്തനാണ് ഞാൻ. ചെറിയൊരു കാറിന്റെ ഭ്രാന്ത് എങ്ങനെയാണെന്ന് ഞാൻ ചെറുതായിട്ട് പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ട്രാവൽ ചെയ്ത് പോകുമ്പോൾ നമ്മളിപ്പോൾ നല്ല ഭംഗിയുള്ള പെൺകുട്ടികളൊക്കെ കണ്ടാൽ ഞാൻ പറയാം നല്ല ഭംഗിയുള്ള കൊച്ചില്ലേന്ന് പറയും. ലീച്ച നേരെ പറയും ആ കാറിന്റെ അലവി കൊള്ളാം. അത്ര കാറ് കണ്ടിട്ട് വേറെ എന്തും കാണുള്ളൂ. നമ്മൾ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ എപ്പോഴും ഫോണിൽ ഇരിക്കുമ്പോൾ നമ്മളിങ്ങനെ സ്വാഭാവികമായിട്ട് ഇങ്ങനെ നോക്കുമല്ലോ, എന്ത് ചെയ്യണേ നോക്കുമല്ലോ. അപ്പൊ നമ്മൾ എന്താ അതെ എന്ത് ചെയ്യണം, 24 മണിക്കൂർ ഫോണിലാണല്ലോ. അപ്പൊ നമുക്ക് പിന്നെ എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഫോൺ എടുക്കുമ്പോൾ തന്നെ ഞാൻ പറയും കാറായിരിക്കും അല്ലേ, ആ ഒരു ആറ്റിറ്റ്യൂഡ്. അതായത് നിനക്ക് ഓർമ്മയുണ്ട, ഒരു രാത്രിയിൽ ഇവള് പുതപ്പിനടിയിൽ നിന്ന് തന്നെ ഫോണായിട്ട് പിടിച്ചു. സ്വാഭാവികമായിട്ട് പുതപ്പിട്ടിട്ട് ഇരിക്കുക. കാരണം ഫോണിന്റെ ലൈറ്റ്, ഡിസ്പ്ലേ ലൈറ്റ് പുറത്തു വരാതിരിക്കാൻ വേണ്ടി പുതപ്പ്. എനിക്ക് ഉറക്കം വരാത്തോണ്ട് ചെയ്താണ് സത്യം പറഞ്ഞാൽ. അത് സമയമൊക്കെ ആലോചിക്കണം, പുലർച്ചെ 2:30-3 മണി ആ സമയത്താ. അത്രയ്ക്കും കാറിനെ കുറിച്ച് അപ്ഡേറ്റഡ് കാറായിരിക്കും. അതാ ഞാൻ പറയും. ഇപ്പൊ ഞാനല്ല, ലീച്ചനെ പേഴ്സണലി അറിയുന്ന എല്ലാവരും ഫോൺ തോണ്ടിരിക്കും, അവൻ കാറ് നോക്കി ഇരിക്കും. അതായത് ഈ ചെറുപ്പം മുതലേ എനിക്ക് ഉള്ളൊരു കാര്യമാണ്. ഞാനിപ്പോൾ നമ്മൾ ഈ ലൈബ്രറിയിലൊക്കെ പോയിരുന്നിട്ട് പണ്ടത്തെ ഫാസ്റ്റ് ട്രാക്ക് അതുപോലുള്ള ഈ വണ്ടികളുടെ മാസികകളൊക്കെ എടുത്ത് വായിക്കായിരുന്നു. ഞാൻ ആകെ കോളേജിൻ്റെ ലൈബ്രറിയിൽ പോലും പോയിട്ടുള്ളത് അത് വായിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊക്കെ വെറുതെ ഇരുന്ന് വായിക്കും. അന്ന് നമുക്കൊരു ആൾട്ടോ മേടിക്കാനുള്ള കാശ് പോലും നമുക്കില്ല. എന്ന് വെച്ചാൽ ആൾട്ടോ മേടിക്കാനുള്ള കാശുണ്ടെങ്കിൽ എൻ്റെ പപ്പ മേടിക്കില്ല. എൻ്റെ കാരണം വെച്ചാൽ എൻ്റെ പപ്പ ഇപ്പോഴും വിശ്വസിക്കുന്നത് നമുക്കൊരു ആവശ്യം വരുമ്പോൾ ഒരു ടാക്സി വിളിച്ച് പോകുന്നതാണ് ലാഭം എന്നാണ്. അപ്പോൾ അങ്ങനെ വിചാരിക്കുന്ന ഒരാളായതുകൊണ്ട് പിന്നെ എന്നോട് പറഞ്ഞു, നിനക്ക് കാറ് മേടിക്കണം എന്നുണ്ടെങ്കിൽ നിനക്ക് അധ്വാനിച്ച് പൈസ ഉണ്ടാക്കിയിട്ട് ആവശ്യം വരുമ്പോൾ കാറ് മേടിക്കാം. അപ്പോൾ അങ്ങനെയാണ് ഞാൻ സ്വന്തമായിട്ട് കാറ് മേടിച്ചത്. അപ്പോൾ അങ്ങനത്തെ ഒരു വീട്ടിലായതുകൊണ്ട് തന്നെ ഭയങ്കര കാറ് ഭ്രാന്തം ഉണ്ടായിട്ടും കാര്യമില്ല, കാരണം ഓടിക്കാനൊരു കാറില്ല. അപ്പോൾ അങ്ങനെ ചെറുപ്പം മുതൽ ഈ കാറിൻ്റെ വീഡിയോകൾ, കാറിൻ്റെ മാസികകൾ ഇതൊക്കെ വായിച്ച് കാറുകളെ പറ്റി അല്ലെങ്കിൽ ബൈക്കുകളെ പറ്റിയൊക്കെ ഒരിടയ്ക്ക് ബൈക്ക് ഭയങ്കര ഭ്രാന്തായിരുന്നു. ബൈക്കിൽ നിന്ന് 2 പ്രാവശ്യം തലയടിച്ച് വീണപ്പോൾ ആ ഭ്രാന്ത് മാറി. അടയാളങ്ങൾ തല മുതൽ കാല് വരെ വന്നപ്പോൾ ബൈക്കിന്റെ ഭ്രാന്ത് മാറി കിട്ടി. അപ്പോൾ അങ്ങനെ എന്താ പറയുക, അങ്ങനെ ചെറുപ്പം മുതലേ ഭയങ്കര ഇഷ്ടമായിരുന്നു വണ്ടികളോട്. ഇപ്പോൾ പള്ളിപ്പെരുന്നാളിന് പോയാലും അവിടെ നിന്നൊരു ഏറ്റവും നല്ലൊരു രസമുള്ള കാറ് നോക്കി മേടിക്കുക, ഇതൊക്കെയാണ്. പക്ഷെ അതിനൊരു മടുപ്പില്ല കേട്ടോ. ഇപ്പൊ കാറ് മടുക്കില്ല, കാരണം ഓരോ ദിവസം പുതിയ കാറുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോ ലാസ്റ്റ് ഇറങ്ങിയ കാർ ഏതാന്ന് ചോദിച്ചാൽ ലീച്ചൻ കൃത്യമായിട്ട് പറഞ്ഞിരും. ഇപ്പൊ നമ്മുടെ കല്യാണം കഴിഞ്ഞ ഡേറ്റ് ഏതാന്ന് ചോദിച്ചാൽ ലീച്ചൻ ഒന്ന് അതിപ്പോ ആലോചിക്കും. പക്ഷെ ലാസ്റ്റ് ഇറങ്ങിയ കാറ് അതിന് എന്തൊക്കെ സ്പെസിഫിക്കേഷൻസ് ഉണ്ട് എല്ലാം. പക്ഷെ ഇതിപ്പോ ഇങ്ങനെയൊക്കെ വിചാരിക്കുമ്പോൾ സാധാരണ വണ്ടിപ്രാന്തന്മാരെന്ന് പറഞ്ഞ പല കാറ്റഗറിയിലാണ്. ഇപ്പൊ നമുക്ക് വണ്ടിപ്രാന്തന്മാർക്ക് പ്രത്യേകിച്ച് അറിയാം. ഒന്ന് ഭയങ്കര അതിസമ്പന്നരായിട്ടുള്ള വണ്ടിപ്രാന്തന്മാര്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇഷ്ടമുള്ള വാഹനങ്ങൾ വാങ്ങിക്കാം, ഇഷ്ടമുള്ള വാഹനങ്ങൾ ഉപയോഗിക്കാം, പിന്നെ മാറി മാറി അപ്ഡേറ്റ് ചെയ്ത് പുതിയ വണ്ടികളിലേക്ക് പോവാം. പിന്നെയുള്ളൊരു വണ്ടിപ്രാന്തന്മാരെന്ന് പറഞ്ഞ ഒരു ഇടത്തരം കാറ്റഗറിയാണ്. എന്ന് വെച്ചാൽ കുറെ കാലം അധ്വാനിച്ച് കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കി അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു വണ്ടി മേടിക്കുന്നു, ആ വണ്ടി ഭയങ്കര കാര്യമായിട്ട് കൊണ്ടു നടക്കുന്നു. അപ്പൊ അതുപോലെ എന്ന് കരുതി എല്ലാ വണ്ടികളും ഇഷ്ടമാണ്. ചെറിയ വണ്ടികൾ മുതൽ വലിയ വണ്ടികൾ വരെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മറ്റൊരു കാറ്റഗറി വണ്ടിപ്രാന്തന്മാരുണ്ട്. അതായത് ഒരു കാറ് മേടിക്കാനുള്ള പൈസ പോലും അവരാണ് യഥാർത്ഥ വണ്ടിപ്രാന്തന്മാർ, മനസ്സിലായോ? അവരാണ് ശരിക്കുള്ള വണ്ടിപ്രാന്തന്മാർ. ഒരു കാറ് മേടിക്കാനുള്ള പൈസ ഇല്ല, ചിലപ്പോൾ ഒരു സ്കൂട്ടർ മേടിക്കാനുള്ള പൈസ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ ഒരു സൈക്കിൾ മേടിക്കാനുള്ള പൈസ ഉണ്ടാവുള്ളൂ. പക്ഷെ എന്നാലും വാഹനങ്ങളെ പറ്റി അറിയാനും വാഹനങ്ങളെ പറ്റി സംസാരിക്കാനും വാഹനങ്ങളെ പറ്റി പഠിക്കാനും അത് കാണാനും പിന്നെ ഒരു വണ്ടി കിട്ടി അത് ഓടിച്ചു നോക്കാനും ഒക്കെ ഭയങ്കര ആഗ്രഹമുള്ള ഭ്രാന്തന്മാരുണ്ട്. അവരാണ് ശരിക്കുള്ള വണ്ടി ഭ്രാന്തന്മാരെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ ആ കാറ്റഗറിയിലുള്ള ഒരാളായിരുന്നു. അപ്പോൾ
അങ്ങനത്തെ വണ്ടി ഭ്രാന്തന്മാരെയാണ് കൂടുതലും എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുക. കാരണം ഞാൻ ആദ്യമായിട്ട് വണ്ടി ഓടിക്കുന്നത് നമ്മുടെ വണ്ടിയല്ല. ഞാൻ എൻ്റെ ആൻറ്റിയുടെ വണ്ടി, അതുപോലെ എൻ്റെ അടുത്തുള്ള ഞങ്ങൾ ഇതുപോലെ തന്നെ ഒരു കുറച്ച് വീടുകളുള്ള ഒരു വില്ലയിലാണ് നമ്മുടെ വീട് നേരത്തെ താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ മിക്ക മക്കളും വിദേശ രാജ്യങ്ങളിൽ കൂടെയൊക്കെ ആയിരുന്നു. അപ്പോൾ അവർക്ക് വീട്ടിൽ വണ്ടി ഉണ്ടാവും, പക്ഷെ അവരുടെ പേരൻസിന് വണ്ടി ഓടിക്കാൻ അറിയില്ല. അത് എനിക്ക് ഭയങ്കര ഒരു ഗുണമായിരുന്നു. കാരണം എനിക്ക് വണ്ടി ഓടിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ദൈവമേ ആർക്കെങ്കിലും ഒരു പിന്നെ പറയാൻ പാടില്ല, എന്നാലും ആർക്കെങ്കിലും ഒരു ചുമയോ പനിയോ എന്തെങ്കിലും വരണേ, ആശുപത്രി കൊണ്ടുപോകാലോ. അപ്പോൾ അല്ലെങ്കിൽ ഒരു കല്യാണം വരണേ, അല്ലെങ്കിൽ ഒരു മാമോദിസ വരണേ, അല്ലെങ്കിൽ എന്തെങ്കിലും ഉത്സവമോ പെരുന്നാൾ എന്തെങ്കിലുമൊക്കെ വരണേ, അപ്പോൾ അങ്ങനെ കൊണ്ടുപോകാലോ എന്ന് കരുതിയിട്ട് ഞാനിങ്ങനെ ആഗ്രഹിക്കും. അപ്പോൾ എല്ലാ വീടുകളിലും വണ്ടിയാണ്, നമ്മുടെ വീട്ടിൽ വണ്ടിയില്ല, ബൈക്കുണ്ട്, കാറില്ല. അപ്പോൾ ഞാനായിരുന്നു അവിടുത്തെ ആ പ്രദേശത്തെ ആസ്ഥാന ഡ്രൈവർ. അപ്പോൾ അങ്ങനെ പല പല വണ്ടികൾ മാറി മാറി ഓടിച്ച് ഒരുപാട് എന്താ പറയാ 18 വയസ്സായപ്പോൾ തന്നെ ലൈസൻസ് 18 വയസ്സിൽ തന്നെ എടുത്തു. പക്ഷെ വണ്ടി ഓടിക്കാൻ എനിക്ക് അതിന് മുമ്പ് തന്നെ അറിയാമായിരുന്നു. ഇത് പറയുന്നത് തെറ്റാണെന്നാലും ഞാൻ ഉരുട്ടിയൊക്കെ വണ്ടി ഓടിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം അറൗണ്ട് ഒരു 12+ ഇയേഴ്സ് ആയിട്ട് വണ്ടി ഓടിക്കുന്നുണ്ട്. 10-12 വർഷമായിട്ട് വണ്ടി ഓടിക്കും. എത്ര കിലോമീറ്റർ ഓടിച്ചാണ് മൊത്തം? നമ്മുടെ വണ്ടിയല്ലേ പറയണേ? നമ്മുടെ എല്ലാം കൂടെ കൂടി 2.5-3 ലക്ഷം കിലോമീറ്റർ വണ്ടി ഓടിച്ചിട്ടുണ്ടാവും. കാണും. പിന്നെ കുറെ വണ്ടികൾ അങ്ങനെ നമുക്ക് 18 വയസ്സോട്ട് ഓടിക്കുന്നത്. അപ്പൊ പിന്നെ കൂടുതലും വണ്ടി വാങ്ങുന്നതിന് മുമ്പ് മറ്റാളുകളുടെ വണ്ടികളാണ് ഓടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പല പല വണ്ടികൾ ഓടിച്ച് ഇപ്പോൾ ഒരു അതുകൊണ്ട് തന്നെ എനിക്കൊരു വണ്ടിയിൽ കയറുന്ന എനിക്ക് ഗിയർ മാറി ക്ലച്ച് കിട്ടുമ്പോൾ തന്നെ എനിക്ക് ഏകദേശം മനസ്സിലാവും അതിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ എന്നുള്ളതൊക്കെ. കാരണം നമ്മൾ പല ടൈപ്പ് വണ്ടികൾ മാറി മാറി ഓടിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ സ്വന്തം വണ്ടിക്ക് എന്തെങ്കിലും ചിലപ്പോൾ ചെറിയ കംപ്ലൈൻറ്റുകളോ നമ്മൾ പെട്ടെന്ന് തിരിച്ചറിയില്ല. കാരണം അത് കാലക്രമേണ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മളതിനോട് ചിലപ്പോൾ യൂസ്ഡ് ആയിട്ട് അത് ഒരു നോർമലായിട്ടുള്ള കാര്യമായിട്ട് ഫീൽ ചെയ്യും. പക്ഷേ നമ്മൾ പല വണ്ടികൾ മാറി ഓടിക്കുമ്പോൾ അങ്ങനത്തെ ഒരു ഗുണമുണ്ട്. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ വണ്ടിയോടുള്ളൊരു ഭ്രാന്ത് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പോൾ പല യൂട്യൂബേഴ്സിൻ്റെ ഇപ്പോൾ ഓട്ടോമൊബൈൽ ജേർണലിസ്റ്റുകളുടെയും വീഡിയോയുടെ താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്യുന്ന ചില ആളുകളെ കാണാറുണ്ട്. അവരുടെ കമൻറ്റ് ഇങ്ങനെയാണ്, അതായത് ഒരു ബൈക്ക് മേടിക്കാനുള്ള കാശ് പോലും ഇല്ലെങ്കിലും ഈ എല്ലാ വീഡിയോയും മുടങ്ങാതെ കാണുന്ന എനിക്ക് അവരോട് ഭയങ്കര സ്നേഹം തോന്നും, ഭയങ്കര റെസ്പെക്ട് തോന്നും. കാരണം അങ്ങനെയല്ല, അവരവരുടെ പ്രാന്ത് കൊണ്ട് ഇഷ്ടം കൊണ്ടാണ്. അങ്ങനെയുള്ളവരൊരു ഞാൻ പറയട്ടെ, ഇപ്പോൾ ഒരു അതിസമ്പന്നരായ ഒരാൾ ഒരു റേഞ്ച് റോവർ മേടിക്കുന്നതിനേക്കാളും സന്തോഷമായിരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ആൾട്ടോ മേടിക്കുന്നത്. അപ്പോൾ ആ ഒരു ആൾട്ടോ എന്ന് പറഞ്ഞാൽ അവർക്ക് അത്ര പ്രിയപ്പെട്ടതായിരിക്കും. അതിന് ഞാനത് ആ ഒരു ഫീല് ഞാൻ ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എനിക്കതുകൊണ്ട് വണ്ടികൾ ഓരോന്ന് മാറുമ്പോഴും എനിക്കിപ്പോഴും ഒരു ആൾട്ടോയോ ഒരു ജെന്നോ ഒക്കെ കാണുമ്പോൾ ഞാൻ നോക്കിയിരിക്കും അതിന്റെ ബോഡിയിൽ എന്തെങ്കിലും സ്ക്രാച്ചുകളൊക്കെ നല്ല ക്ലീൻ ആയിട്ട് കൊണ്ടിറങ്ങുന്ന ത്രേസ്യാമേ നല്ല സൂക്ഷിച്ച് കൊണ്ടിറങ്ങുന്ന വണ്ടിയായിട്ട് അതേപോലെ തന്നെ ആ വണ്ടി ആരെങ്കിലും സൂക്ഷിക്കാതെ കൊണ്ടുപോകുന്ന ആൾക്കാർ റോട്ടിൽ കാണുമ്പോൾ ഇവർക്ക് ഇതൊന്ന് കഴുകിക്കൂടെ, ഇവർക്ക് ഇതൊന്ന് സൂക്ഷിച്ചു കൊണ്ടുനടന്നൂടെ. അപ്പൊ അതാണ് എന്റെ വണ്ടി പ്രാന്തിന്റെ ഒരു കാരണം. വണ്ടി ഇല്ലാതെ വണ്ടിയോട് സ്നേഹം തോന്നി, അങ്ങനത്തെ ഒരു വണ്ടി സ്വന്തമാക്കി അതൊരു ഇതാണ്. ഞാൻ ചോദിക്കട്ടെ, അതായത് ആദ്യമായിട്ട് കാറ് മേടിച്ചത് ഏതായിരുന്നു, എന്നായിരുന്നു? ആദ്യമായിട്ട് കാറ് മേടിച്ചത് എനിക്കിതൊക്കെ അറിയാം. അങ്ങനെയല്ലേ, അതിനു മുമ്പേ ഒരു കാറ് മേടിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് മേടിക്കാൻ പറ്റിയില്ല. അതൊരു സെന്നായിരുന്നു, ഒരു 2003 മോഡല് MPFI എന്ന് വെച്ചാൽ മൾട്ടി പോയിന്റ് ഫ്യൂൽ ഇഞ്ചക്ഷൻ ഉള്ള ഒരു സെന്നായിരുന്നു. അപ്പോൾ സെന്ന് 2 ടൈപ്പ് ഉണ്ട്, കാർബറേറ്റർ ഉണ്ട്, MPFI ഉണ്ട്. അപ്പോൾ കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ സെന്നായിരുന്നു മേടിക്കായിരുന്നത്. നല്ല വണ്ടിയായിരുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ ഒരു പരിചയത്തിലുള്ള ഒരു സാറിൻ്റെ ആയിരുന്നു. അപ്പോൾ അത് പുള്ളി തരാന്നൊക്കെ പറഞ്ഞിരുന്നു. അവസാനം പുള്ളി തന്നെ അത് പറഞ്ഞു, എടാ ഇത് നീ മേടിച്ചാലും നിനക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് മാറേണ്ടി വരും, അതുകൊണ്ട് നീ ഇതിപ്പോൾ മേടിക്കേണ്ടെന്ന് പറഞ്ഞ് നീ കുറച്ചുകൂടെ നല്ലൊരു വണ്ടി മേടിച്ചാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അത് വേണ്ടെന്ന് വെച്ചു. പിന്നെ ആദ്യമായിട്ട് വാങ്ങുന്ന വണ്ടി എന്ന് വെച്ചാൽ ഒരു സ്വിഫ്റ്റ് ആണ്. അത് കുറച്ച് പഴയ സ്വിഫ്റ്റ് ആയിരുന്നു. അത് 2010 മോഡൽ. അതാണ് ഒരു കുറച്ച് പൈസയൊക്കെ കൂട്ടി വെച്ച് സരിഗമപ്പയിലുള്ള സമയത്താണ് ഞാൻ മേടിച്ചത്. അത് കഴിഞ്ഞിട്ട് വൈറ്റ് ആയിരുന്നു. കുറച്ചാൾ ഓടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചും കൂടെ പരിപാടികളൊക്കെ കിട്ടി, കുറച്ചുകൂടെ പൈസ ഒക്കെ കയ്യിൽ വന്നപ്പോൾ എനിക്കൊരു ആഗ്രഹം. അത് എന്ന് വെച്ചാൽ അതിൻ്റെ പുതിയ മോഡൽ സ്വിഫ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അത് 2013-14 മോഡലാണ്. അപ്പോൾ അത് ഡീസലായിരുന്നു. എനിക്ക് ഡീസൽ ഭയങ്കര ഇഷ്ടമാണ് ഓടിക്കാൻ. ഞാനൊരു ഡീസൽ എഞ്ചിൻ ഫാനാണ്. എനിക്കൊരു ഹാർഡ് കോർ ഓട്ടോ എന്തൂസിയാസ്റ്റുകളിൽ മിക്ക ആളുകളും ഒരു ഡീസൽ ഹെഡായിരിക്കും. അങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു ധാരണ. പിന്നെ ഡീസൽ വണ്ടികളുടെ ഒരു ഇൻസ്റ്റന്റ് ടോർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് പെട്രോൾ വണ്ടിയിലും കിട്ടും. എന്നാലും ഒരു വണ്ടി ഓടിക്കുന്ന ഫീല് ഇപ്പം നമ്മൾ എന്താ പറയുക, ഒരുപാട് അങ്ങ് സ്മൂത്തായി കഴിഞ്ഞാൽ നമ്മളതിനകത്തൊന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ ഇലക്ട്രിക് കാർ എനിക്ക് ഇഷ്ടമല്ലാത്തതിൻ്റെ ഒരു കാരണം അതാണ്. നമുക്ക് ക്രിയേറ്റീവായിട്ടൊരു ഗിയർ മാറി ആ വണ്ടീനെ ഒരു RPM കീപ്പ് ചെയ്ത് ഓടിക്കുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ അങ്ങനെ ഡീസൽ എഞ്ചിൻ അതെ, അതുകൊണ്ട് എനിക്ക് പെട്രോൾ വണ്ടി ഇഷ്ടമാണ്, ടർബോ പെട്രോൾ. അപ്പോൾ ഡീസൽ എഞ്ചിനാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് ഞാൻ ഡീസൽ വണ്ടി മേടിച്ചു.
അപ്പോൾ അത് ഏകദേശം ഒരു 50,000 കിലോമീറ്ററോളം അതിന് ശേഷം ഞാനത് ഓടിച്ചു. ആ വണ്ടി കയ്യിലുള്ളപ്പോഴാണ് നമ്മുടെ കല്യാണം. അതെ, സ്വിഫ്റ്റ് ആയിരുന്നു അന്നേരം എൻ്റെ വണ്ടി. അത് അന്നേരം കൊടുക്കാൻ എനിക്ക് ഇഷ്ടമുണ്ടായില്ല. പിന്നെ ഞാൻ 2-3 സ്ഥലങ്ങളിലൊക്കെ ഗസ്റ്റായിട്ടൊക്കെ പോയി തുടങ്ങിയപ്പോൾ എന്നോട് അവിടെയുള്ള ആളുകൾ ചോദിച്ചു തുടങ്ങി, ലിബിനെ കുറച്ചും കൂടെ നല്ലൊരു വണ്ടി നിനക്ക് മേടിച്ചുകൂടെ എന്നൊക്കെ ചോദിച്ചു തുടങ്ങി. അപ്പോൾ എനിക്ക് ആ വണ്ടിയോട് ഇഷ്ടം കുറഞ്ഞിട്ടല്ല, അപ്പോൾ പിന്നെ നമുക്ക് കുറച്ചും കൂടെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വണ്ടി, കുറച്ചുകൂടെ സേഫ്റ്റി ഉള്ളൊരു വണ്ടിയൊക്കെ വേണമെന്ന് തോന്നിയപ്പോൾ അപ്പോഴും എനിക്ക് സുസുക്കി ഓർ ടൊയോട്ട ഇതായിരുന്നു എൻ്റെ മുമ്പിലുള്ള ഓപ്ഷൻ. അപ്പോൾ ത്രേസ്യാമ ആ സമയത്ത് നമ്മൾ കുറേ വണ്ടികൾ നോക്കിയില്ലേ? ഞങ്ങൾ ആ സമയത്ത് പിന്നെ ഞാനിങ്ങനെ എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. അപ്പം ഞാൻ പുഷ് ചെയ്ത് തുടങ്ങി. ശരിയല്ലേ ചോദിച്ചാൽ നമുക്കൊരു വണ്ടി മാറണം, കാരണം നമുക്ക് അന്ന് അത്യാവശ്യം നമ്മൾ ഈ ഷോസ് ഒക്കെ ചെയ്ത് നമുക്ക് വരുമാനങ്ങളൊക്കെ ഉണ്ട്, പിന്നെ നമ്മൾ സരിഗമപ്പെന്ന് ഇതൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഓർത്തു നമുക്കൊരു വണ്ടി മാറാം, നമുക്ക് ഫിനാൻഷ്യലി നമുക്ക് വലിയ കുഴപ്പമില്ലാതെ ഒരു വണ്ടിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പൊ നമ്മളിങ്ങനെ വണ്ടികളെ പറ്റി അന്വേഷിച്ചു തുടങ്ങി. അപ്പൊ ലിവിച്ചനാണെങ്കിൽ ഡീസൽ വേണം, സുസുക്കി ഓർ ടൊയോട്ട. പക്ഷെ ടൊയോട്ടയ്ക്ക് ഈ സെഗ്മെന്റിൽ വണ്ടി ഇല്ല ആ സമയത്ത്. മാത്രമല്ല ആ സമയത്ത് ഉണ്ട്, പക്ഷെ ഇത് ഞങ്ങൾ ആക്ച്വലി സെക്കൻഡ് ഹാൻഡ് മേടിച്ചാണ്. ഇത് കോട്ടയത്തുള്ള ഒരു ചേട്ടൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങൾ സെക്കൻഡ് ഹാൻഡ് മേടിച്ചാണ്. അപ്പോൾ കോട്ടയത്തുള്ള ചേട്ടൻ്റെ കയ്യിൽ നിന്ന് കോതമംഗലത്തുള്ള ഒരു ചേട്ടൻ മേടിച്ചു. ആ ചേട്ടൻ ഞങ്ങൾക്ക് തന്നു. എന്ന് വെച്ചാൽ ഫസ്റ്റ് ഓണർ ഞങ്ങളാണ് സെക്കൻഡ് ഓണർ. അപ്പോൾ വളരെ നീറ്റായിട്ട് ഉപയോഗിച്ച് ഞാൻ ഏകദേശം എനിക്ക് തോന്നുന്നു മലപ്പുറം മുതൽ ഒരു കൊല്ലം, പത്തനംതിട്ട ഭാഗത്തൊക്കെ വരെ ഞാൻ പോയിട്ട് വിറ്റാര ബ്രസ ഓടിച്ചു നോക്കിയിട്ടുണ്ട്. ഇനി വിറ്റാര ബ്രസ ഓടിക്കാനുള്ള എൻ്റെ അല്ലെങ്കിൽ മേടിക്കണം എന്നൊരാഗ്രഹം തോന്നാനുള്ള പ്രധാനപ്പെട്ട കാരണം ഞാൻ പറഞ്ഞുതരാം. ചിലപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്ക് കുറച്ചും കൂടെ നല്ലൊരു വണ്ടി മേടിക്കാൻ സാധിച്ചേനെ അല്ലേ, ഒരു ഇന്നോവ, ഒരു സെക്കൻഡ് ഹാൻഡ് ഇന്നോവ ക്രിസ്റ്റോ ഒക്കെ മേടിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ എന്നിട്ടും ഞങ്ങൾ അല്ലെങ്കിൽ എൻ്റെ ഒരു ആഗ്രഹം കൊണ്ടാണ് ഞങ്ങൾ ഈ വണ്ടിയിലേക്ക് വന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കൊരു ആൾട്ടോ പോലും ഇല്ലാണ്ടിരുന്ന കാലത്ത് ഒരു ആൾട്ടോ മേടിക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഒരു ആൾട്ടോ അല്ലെങ്കിൽ ഒരു സെന്ന്, ഈ 2 വണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ആൾട്ടോ അല്ലെങ്കിൽ ഒരു സെന്ന് മേടിക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നൊരു കാലത്ത് ഞാൻ പള്ളിയിൽ കല്യാണത്തിൻ്റെ ഒരു കൊയറിന് പോയി, നമ്മുടെ അടുത്തുള്ളൊരു പള്ളിയിൽ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ 2016-17 സമയത്തൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനൊരു ഡിഗ്രി കഴിഞ്ഞിട്ട് B.Ed പഠിക്കുന്ന സമയത്താണ്. അപ്പോൾ ഞാൻ കൊയറിന് പോയ സമയത്ത് ഈ വണ്ടി ഇറങ്ങിയ സമയമാണ്, പുതിയതിറങ്ങിയ സമയം. അപ്പോൾ അന്ന് നമുക്കൊരു ആൾട്ടോ മേടിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്ത് ഈ വണ്ടി ആ കല്യാണത്തിൽ ചെറുക്കൻ്റെ ആണോ പെണ്ണിൻ്റെ ആണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ രജിസ്ട്രേഡ് മഞ്ഞ ഇതൊക്കെയാണ്, പ്ലേറ്റ് ഒക്കെയാണ്, റിബണൊക്കെ കെട്ടി ഒരു പൂവൊക്കെ വെച്ച് അവിടെ പള്ളിയുടെ ഫ്രണ്ടിൽ സൈഡിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ കൊയറിന് പോകുന്ന സമയത്ത് കൊയർ കഴിഞ്ഞിട്ട് ഇറങ്ങിയ സമയത്ത് ആളുകളൊക്കെ ഭക്ഷണം കഴിക്കാനൊക്കെ പോയ സമയത്ത് ഞാൻ നോക്കി ഈ വണ്ടി ആരും ഇല്ലാതെ അവിടെ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പൊ ഞാൻ ഈ വണ്ടിയുടെ ചുറ്റും ഇങ്ങനെ നടന്നിട്ട് എന്ത് രസമല്ലേ. അന്ന് എനിക്ക് പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു ബോക്സി ഡിസൈൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് റെഡും ബ്ലാക്കും ആയിരുന്നു. അപ്പോൾ ഡിവോൾട്ടോൺ ആയിരുന്നു, മുകളിൽ ബ്ലാക്ക്, താഴെ റെഡ്. അപ്പൊ ഞാനത് ചുറ്റും നടന്ന് കുറെ നോക്കി, എന്റെ പൊന്നു നമുക്ക് ഇങ്ങനത്തെ ഒരു വണ്ടി എന്നായിരിക്കും മേടിക്കാൻ പറ്റുക എന്നൊക്കെ ഞാനിങ്ങനെ മനസ്സുകൊണ്ട് ആലോചിച്ചു. അപ്പോൾ അങ്ങനെ ആലോചിച്ച് നടന്ന് അന്ന് എൻ്റെ മനസ്സിലൊരു പൂതി കയറിയതാണെന്ന് ബ്രസ്സ എന്ന് പറഞ്ഞ വണ്ടിയോട്. അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് ഞാനിങ്ങനെ മറ്റു വണ്ടികൾ ഓപ്ഷൻസ് ഒക്കെ ഉള്ളപ്പോൾ നമുക്ക് ഈ സെഗ്മെന്റിൽ നമുക്ക് അന്ന് മേടിക്കാൻ പറ്റുമായിരുന്ന വണ്ടികളുണ്ടെന്ന് വേണം. നമുക്ക് ഇതിനകത്ത് ഒരു ജസ്റ്റ് ഒരു സെഗ്മെന്റ് അബോവ് ആയിട്ടുള്ള ക്രെറ്റ നോക്കാമായിരുന്നു, സെൽറ്റോസ് നോക്കാമായിരുന്നു. അതുപോലെ ക്രെറ്റ, സെൽറ്റോസ്, പിന്നെ ഈ സെഗ്മെന്റിലുള്ള വെന്യൂ ഉണ്ട്, സോണറ്റ് ഉണ്ട്. ഇതൊക്കെയുള്ള സമയത്തും ഈ വണ്ടി കിട്ടാൻ വേണ്ടി വണ്ടിക്ക് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഈ വണ്ടി ഇപ്പോൾ ഈ റീസെൻ്റ്ലി ഒരു വീഡിയോ വൈറലായിട്ടുണ്ട്. അപ്പോൾ കുറേ ആൾക്കാരെ അടുത്ത് താഴെ വന്ന് കമൻറ്റ് ചെയ്യേണ്ടത്, അതായത് പ്രണവ് മോഹൻലാൽ ഉപയോഗിക്കുന്നുണ്ട്, അവനെന്തോ ബ്രസ്സ എന്താണ് ഉപയോഗിക്കുന്നതെന്ന് അമ്മ പറയണ എൻ്റെ ഇടയിൽ ആളുകൾ വന്നിട്ട് കുറേ ബ്രസ്സ ഇഷ്ടമുള്ള ആളുകൾ വന്നിട്ട് ബ്രസ്സേനെ സപ്പോർട്ട് ചെയ്തും ബ്രസ്സേനെ ഇഷ്ടമല്ലാത്ത ആളുകൾ വന്നിട്ട് അത് പുള്ളിക്ക് വണ്ടി ക്രേസ് ഇല്ലാത്തതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ വണ്ടി ഞാൻ മേടിക്കാനുള്ള കാരണം ഇത് ഭയങ്കരമായിട്ടുള്ള ഒരു വണ്ടി ആയതുകൊണ്ടൊന്നുമല്ല, എൻ്റെ പ്രിയപ്പെട്ട വണ്ടി ആയതുകൊണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ വണ്ടി മേടിച്ചത്. അപ്പൊ പിന്നെ ത്രേസ്യാമയ്ക്കും ഭയങ്കര ഇഷ്ടമാണ്, നല്ല വണ്ടിയാണ്. ഞങ്ങൾക്ക് ജോണും ഉണ്ടാവുമ്പോ ഇതായിരുന്നു, ഹൗസ് ഉണ്ടാവുമ്പോ ഇതായിരുന്നു, ഞങ്ങൾ ഈ വീട് മേടിക്കുമ്പോ ഇതായിരുന്നു. അന്ന് മുതൽ നമ്മുടെ എല്ലാ ഈ വണ്ടിയിലാണ്. ഞങ്ങൾ ഈ വണ്ടിയിൽ ഗോവ വരെ പോയിട്ട് തിരിച്ചു വന്നിട്ട് ഞങ്ങൾക്ക് ആർക്കും ഒരു ക്ഷീണം. ഗോവ വരെ പോയി, മൈസൂർ നമ്മൾ ഗോവയിൽ ഒറ്റ സ്ട്രെച്ചിലാണ് വന്നത്. പക്ഷെ ഞങ്ങൾക്ക് ഒരു ക്ഷീണമൊന്നും ഉണ്ടായില്ല. ഷോസ് ഓൺ ആയതും ഈ ഒരു കാർ വാങ്ങിയ ശേഷം, അത് മറ്റേ സ്വിഫ്റ്റ് ഉള്ള സമയത്ത് കൂടുതലും കൊറോണ ടൈമായിരുന്നു. ഷോസ് ഓൺ ആയപ്പോ ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ലിവിച്ചന് 11th ട്രിവാൻഡ്രത്ത്, അത് കഴിഞ്ഞ് വന്നിട്ട് കാസർഗോഡ് ഒക്കെ ഈ വണ്ടിയിലാണ് നമ്മള് ഈ വണ്ടി ഉപയോഗിക്കുന്നവരാരും ഇതിനെ കുറ്റം, ഈ വണ്ടി എന്നല്ല സത്യം പറഞ്ഞ മാരുതിയുടെ വണ്ടികൾ ഉപയോഗിക്കുന്നവരാരും അതിനെ കുറ്റം പറയില്ല. ഇതിപ്പോ ആൾട്ടോ ആണോ, ഒരു 800 ആണോ,
ആളുകൾ സേഫ്റ്റി കുറവാണ് ഇതാണെന്ന്. ഇത് പക്ഷേ 4 സ്റ്റാർ സേഫ്റ്റി ഉള്ള വണ്ടിയാണ്. അപ്പോൾ അന്ന് നമ്മൾ എടുക്കുമ്പോൾ മാരുതിയുടെ ഏറ്റവും സേഫ്റ്റി ഉള്ള വണ്ടി ഇതായിരുന്നത് കൊണ്ടും കൂടെയാണ് ഇതെടുത്തത്. പിന്നെ ആളുകൾ കുറ്റം പറയുമ്പോഴും ഇത് ഉപയോഗിക്കുന്നവരാണ് കുറ്റം പറയില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ ഈ സാധനം നമ്മൾ ഒരിക്കലും വഴിയിൽ കിടത്തില്ല എന്നാണ്. നമ്മൾ കൃത്യമായിട്ട് നോക്കി മെയിൻറ്റെയിൻ ചെയ്ത് കൃത്യമായിട്ട് എല്ലാ 5000-ലും പോയി ഫുൾ വണ്ടി ഫുൾ ചെക്കപ്പ് ചെയ്യുക. 10,000-ൽ കൃത്യമായിട്ട് എല്ലാ ഓയിൽ ഫിൽറ്ററുകളും, ഓയിൽ ഫിൽറ്റർ, ഡീസൽ ഫിൽറ്റർ 20,000-ലും അറിയാം മതി, AC ഫിൽറ്റർ ഇതെല്ലാം മാറി കൃത്യമായിട്ട് നല്ല 5W40 ഫുള്ളി സിന്തറ്റിക് ഓയിൽ ഒഴിച്ച് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് 2-2.5 ലക്ഷം കിലോമീറ്റർ ഒക്കെ ഒരു കുഴപ്പമില്ലാണ്ട് സിമ്പിളായിട്ട് ഓടും. മാത്രമല്ല നമ്മളെ ഈ സാധനം ഇതിന് വയ്യാണ്ടായാൽ പോലും നമ്മളെ വഴി കിടത്തുന്ന ഒരു പരിപാടി ഇതിനില്ല. ഒരു തൊഴിൽ കൊടുത്ത് ചിലപ്പോൾ സ്റ്റാർട്ടായി വരും. അതാണ് മാരുതിയുടെ വണ്ടികളുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതാണ് മാരുതിയുടെ വണ്ടി ഇത്ര, മാരുതി എന്നല്ല ജാപ്പനീസ് കാറുകൾ, ടൊയോട്ട ആൻഡ് മാരുതി. പിന്നെ നമുക്ക് നിസാൻ, മിത്സുബിഷി ജാപ്പനീസ് കാറുകളുണ്ട്. എന്നാൽ പോലും ഇവരാണ് ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള വണ്ടികൾ നമുക്ക് തരുന്നത്. എന്തുകൊണ്ടാണ് ടൊയോട്ട എന്ന കമ്പനി മാരുതിയായിട്ട് കൊളാബറേറ്റ് ചെയ്തെന്നറിയാം? മറ്റൊരു വണ്ടീനെ അവർക്ക് അത്ര വിശ്വാസം, മറ്റൊരു ബ്രാൻഡിനെ അവർക്ക് അത്ര വിശ്വാസം ഉണ്ടാവില്ല. ടൊയോട്ടയുടെ ആ റിലയബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു വിശ്വാസ്യത നഷ്ടപ്പെടാതിരിക്കാൻ അവർക്ക് കൂടെ കൂട്ടാൻ വരുന്നൊരു കമ്പനി സുസുക്കിയാണ്. മാരുതി അല്ല, സുസുക്കിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇനിയാണല്ലോ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ ടൊയോട്ട അല്ലെങ്കിൽ സുസുക്കിയിലേക്ക് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ ഈ വണ്ടി അതായത് വേറെ സംഭവമുണ്ട്. നമുക്ക് ട്രേസിയാമ്മ ഞാനും കൂടെ പലപ്പോഴും നമുക്ക് അതായത് കുറച്ച് ആളുകളും കൂടെ നമുക്കിപ്പോൾ ബാക്കിൽ 2 ചൈൽഡ് സീറ്റ് ഉണ്ട്, ഞങ്ങൾ 2 പേര് ഫ്രണ്ടില്. അപ്പോൾ നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ പോകുമ്പോൾ പിന്നെ അതിനേക്കാളും ഇതിപ്പോ കുറെ കാലമായിട്ട് ഇപ്പൊ ജോൺ ഉണ്ടാവുന്നതിന് മുമ്പ് എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പൊ 3 വർഷത്തോളം ഒക്കെ ആയിട്ട് നമ്മുടെ കൂടെ ഉണ്ട്. അപ്പൊ 3 വർഷത്തിൽ കൂടുതലായിട്ട് നമ്മുടെ കൂടെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഇടയ്ക്ക് തോന്നുമല്ലോ ഇപ്പൊ ഇത്രയും കിലോമീറ്റേഴ്സ് ഓടി. ഇത്രയും പറഞ്ഞാൽ ഒരുപാട് ഓടിയിട്ടില്ല, എന്നാൽ പോലും ഞാൻ പറയുന്നത് വെച്ചാൽ ഇതിനകത്ത് കിലോമീറ്റർ ഒന്നും വണ്ടിക്ക് ഒരു പ്രശ്നം. ഇത് സെക്കൻഡ് ആണെങ്കിലും ആ ചേട്ടൻ ഇത് പുതിയ പോലെയായിരുന്നു. കാരണം വളരെ 10,000-16,000 കിലോമീറ്റേഴ്സ് ഓടി. അതുകൊണ്ടാണ് നമ്മൾ എടുക്കാനുള്ള കോവിഡിന്റെ സമയത്താണ് ആ ചേട്ടൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അത് കോവിഡ് കഴിയുമ്പോൾ ആ ചേട്ടൻ വിറ്റു. അപ്പൊ നമ്മൾ കുറെ തപ്പി, ഏകദേശം ഒരു 3-4 മാസത്തോളം തപ്പി നടന്നിട്ടാണ് ഓടിച്ചാടി വണ്ടി എടുക്കുകയല്ലേ ചെയ്തത്. അത്രയും തപ്പി നടന്ന് കുറച്ച് കിലോമീറ്റേഴ്സ് ഓടിയിട്ടുള്ളൂ എന്ന് കേട്ടപ്പോൾ അതുപോലെ കൃത്യമായിട്ടും മെയിൻ്റനൻസും. പിന്നെ നമുക്കൊരു വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ അറിയാം. ഞാൻ ഒരു 10-12ഓളം ബ്രസ് ഓടിച്ചു നോക്കി. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട വണ്ടി ഇതായതുകൊണ്ടാണ് ഞാനത് എടുത്തത്. പിന്നെ എന്താ നമ്മൾ പറഞ്ഞു വന്നത്, ഇപ്പൊ വണ്ടി പല പ്രാവശ്യം നമ്മൾ മാറണം എന്ന് ചിന്തിച്ചിട്ടുണ്ടല്ലേ? മാറണം ചിന്തിക്കാൻ അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വണ്ടി ഇഷ്ടക്കുറവായതുകൊണ്ടല്ല, നമുക്ക് ഇതിനകത്ത് ബാക്കിൽ 2 ചൈൽഡ് സീറ്റ് ചെയ്യുമ്പോൾ പിന്നെ ആർക്കും കയറാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങളൊരു 7 സീറ്ററിലേക്ക് ഒരു ക്രിസ്റ്റയിലേക്കൊക്കെ അപ്ഗ്രേഡ് ചെയ്താലോ എന്ന് പല പ്രാവശ്യം ആലോചിച്ചു. അപ്പോൾ ഞാൻ ഈ വണ്ടി കൊണ്ട് ഒന്ന് കഴുകി വൃത്തിയാക്കി കൊണ്ടിട്ടിട്ട് കുറച്ച് നേരത്ത് നോക്കിയിരിക്കും. അപ്പം എനിക്ക് പറ്റില്ല. അതായത് ഇത് OLX-ലോ മാർക്കറ്റ് പ്ലേസിൽ അങ്ങനെ ഇടാൻ വേണ്ടി ഒന്ന് കഴുകി വൃത്തിയാക്കി ഫോട്ടോ എടുക്കാൻ നിൽക്കുമ്പോൾ ചോദിച്ചാൽ പറയും, അല്ലെങ്കിൽ ഇതിപ്പോ കൊടുക്കണ്ടാടി. എനിക്ക് അത്ര ഇഷ്ടമാണ്, അതുകൊണ്ട് അത്രയൊക്കെ ഇഷ്ടമാണ്. പ്രത്യേകിച്ച് കഴുകി വൃത്തിയാക്കിയിട്ടൊക്കെ കിടക്കലാണുമ്പോ ലീച്ചൻ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. നമ്മൾ കാറിലിരിക്കുമ്പോൾ ലീച്ച എന്തെങ്കിലും വെള്ളം മേടിക്കാനോ ഇതിനൊക്കെ പുറത്ത് പോയിട്ട് ആ കടയിൽ നിന്നിട്ട് നമ്മളിങ്ങനെ നോക്കും. അപ്പൊ നമ്മൾ ഇവിടുന്ന് ടാറ്റ നമ്മളൊന്നും കാണുപോലും കാർ ഇങ്ങനെ നോക്കും. എന്റെ കാർ നീ ശ്രദ്ധിക്കാറുണ്ടല്ലേ? അതെ, എന്റെ കാർ. പ്രത്യേകിച്ച് കഴുകി വൃത്തിയാക്കി വെയിലത്തൊക്കെ കിടക്കുമ്പോൾ ചെറിയൊരു ഷൈനിങ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഇങ്ങനെ പുറത്തുനിന്ന് നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കും. ആ വെയിലത്ത് നിന്നിട്ട് എന്റെ കാർ ആ ഒരു അത് അതിനോടുള്ള ഇപ്പൊ ഞാനത് എന്റെ എന്താ പറയാ ഇപ്പൊ ഒരു ബെൻസ് കൊണ്ട് എടുത്തിട്ടാലും ഞാൻ ചിലപ്പോൾ ഇതിലേ നോക്കുള്ളൂ. അതിന്റെ കാരണം എന്ന് വെച്ചാൽ എനിക്ക് എന്റെ സാധനങ്ങളോടുള്ള ഒരു സ്നേഹമാണ്. ഇപ്പൊ കഴുകാൻ കൊടുക്കാൻ പറഞ്ഞാൽ പോലും ലീച്ചൻ അത്ര ബുദ്ധിമുട്ടാണെങ്കിൽ ലീച്ചൻ കഴുകാൻ കൊടുക്കുള്ളൂ. ഞാൻ തന്നെ ഇരുന്ന് പയ്യെ അതൊരു പിന്നെ ഒരു സമയമാണ്. ഇപ്പൊ ഇന്നലെ വൈകുന്നേരം കാർ കഴുകുന്നുണ്ടായിരുന്നു. ഏകദേശം ഒരു 9:30-10 മണിക്കൊക്കെ തുടങ്ങി. ഞങ്ങളൊക്കെ കിടന്നു. അപ്പൊ ഒരാള് കാറ് കഴുകി, ഇപ്പൊ കഴിഞ്ഞുള്ളൂ. കാറ് കഴുകി ഉള്ളിൽ മുഴുവൻ വാക്കും ചെയ്ത് അത്രയും കുട്ടപ്പനാക്കി 2 പ്രാവശ്യം നോക്കി ചിരിച്ച് ഒരു ഉമ്മയൊക്കെ കൊടുത്ത് അത്ര സ്നേഹത്തിൽ കൊണ്ടു നടക്കുന്ന ഒരു വണ്ടിയാണ് അതുകൊണ്ട് അത്രയും നന്നായിട്ട് അതായത് നമ്മൾ ഈ എന്ത് സാധനമാണെങ്കിലും നമ്മൾ അങ്ങോട്ട് കൊടുക്കും, നമുക്ക് തിരിച്ചു കിട്ടും. നമ്മൾ അതുപോലെ അതിനെ കെയർ ചെയ്തെങ്കിൽ അത്രയും നല്ല രീതിയിൽ കാരണം നമ്മുടെ ലൈഫിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൊമെന്റ്സിലൂടെ എല്ലാം കടന്നു പോകുന്ന സാധനമാണ് നമ്മുടെ വണ്ടി. നമ്മുടെ എല്ലാ യാത്രകളും, നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന സമയത്തെല്ലാം നമ്മുടെ കൂടെ ഉള്ള ഒരാളാണ് നമ്മുടെ വണ്ടി, നമ്മുടെ കാറ്, നമ്മുടെ ബൈക്കൊക്കെ. അപ്പോൾ നമ്മുടെ കൂടെ ഒരാളാണ് ശരിക്കും ഇത്. അപ്പോൾ നമ്മളൊരാളെ പോലെ തന്നെ ഇതിനെ കാണണം, അതിനതുപോലെ സ്നേഹിക്കണം. അതിന് വേണ്ട എന്താ പറയുക, ഓയിലും പെട്രോളും ഡീസലും ഒക്കെ കൊടുത്ത് അതിനെ കൃത്യമായിട്ട് ഫിൽറ്ററുകളൊക്കെ മാറി കൃത്യമായിട്ട് കൊണ്ടുവരണമെങ്കിൽ മാത്രമേ അത് നമ്മളെ അതുപോലെ തിരിച്ച്. എനിക്ക് ഈ സമയത്ത് ഒരു കാര്യം ഓർമ്മ വന്നിട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സാറിന്റെ വീഡിയോ കണ്ടതാ. മറ്റേ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറാന്ന് തോന്നുന്ന സാറ്, പോലീസ് യൂണിഫോമിലായിരുന്നു. പുള്ളി പറഞ്ഞൊരു കാര്യമാണ്, കാറ് എന്ന് പറയുന്നത് നമുക്ക് ട്രാവൽ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമേ യൂസ് ചെയ്യാവൂ. ചില ആളുകൾ ഇത് വീടായിട്ടും ഓഫീസായിട്ടും ഒക്കെ യൂസ് ചെയ്യുന്നത് കണ്ടിട്ട്
ഇപ്പൊ ഒരു സിനിമാ നടൻ, ഒരു ഫിലിം ആക്ടർ ഈ സമയത്ത് മരിച്ചായിരുന്നു, കാറിൻ്റെ ഉള്ളിൽ AC ഇട്ട് കിടന്നുറങ്ങിയിട്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് വേറൊരു ചേട്ടൻ ഇതുപോലെ, പ്രായമായിട്ടുള്ള ഒരു ചേട്ടൻ ഇതുപോലെ കാറിൽ AC ഇട്ടിട്ട് കാർബൺ മോണോക്സൈഡ് ശ്വസിച്ച് മരിച്ചു. അപ്പൊ ഈ കാറിനെ കുറിച്ച് പറഞ്ഞപ്പോ ആ വീഡിയോ എത്ര പേര് കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല. അത് കാണാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അതിനെ പറ്റിയും കൂടി ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതായത് ഇപ്പൊ ഇതിനകത്ത് കാർബൺ മോണോക്സൈഡ് ഏതെങ്കിലും ഒരു കാർബൺ മോണോക്സൈഡ് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയാ, അതിന് മണമില്ല, രുചിയില്ല, എന്താ പറയാ, പ്രത്യേകിച്ച് ഒരു ഫീലില്ല, ഒന്നുമില്ലാത്തൊരു വാതകമാണ് ഇത്. നമ്മുടെ ഈ ഫ്യൂവൽസ്, അതായത് ഇപ്പൊ പെട്രോൾ ആവട്ടെ, ഡീസൽ ആവട്ടെ, ഇതൊക്കെ അല്ലെങ്കിൽ നമ്മൾ വിറക് കത്തിക്കുമ്പോഴാണെങ്കിൽ പോലും ഇപ്പൊ എന്ത് കത്തുമ്പോഴും അതിന്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്ന ഒരു സാധനമാണ് കാർബൺ മോണോക്സൈഡ്. ഈ കാർബൺ മോണോക്സൈഡിന്റെ പ്രത്യേകത വെച്ചാൽ ഇത് ഭയങ്കര ടോക്സിക് ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ ശ്വാസകോശത്തിലേക്ക് പ്രവേശിച്ച് നമ്മുടെ ബ്ലഡിൽ ഇത് കലർന്നിട്ടുണ്ടെങ്കിൽ എന്താ പ്രശ്നം വെച്ചാൽ നമ്മുടെ ഓക്സിജൻ ലെവൽ ഭയങ്കരമായിട്ട് താഴെ പോകും. ഈ സാധനം നമ്മുടെ ശരീരത്തിൽ കടന്നു കഴിഞ്ഞാൽ നമ്മൾ വളരെ പയ്യെ വീക്കാവും. എന്ന് വെച്ചാൽ പെട്ടെന്ന് ഒരു എന്തെങ്കിലും ബുദ്ധിമുട്ട് നമുക്ക് തോന്നണമെന്നില്ല. ചിലർക്ക് തോന്നും, ചിലർക്ക് ഭയങ്കര ക്ഷീണം തോന്നും, ചിലർക്ക് ഛർദ്ദിക്കാൻ, ചിലർക്ക് തലവേദനയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ക്ലോസ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കി ഇടുമ്പോൾ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഈ എക്സോസ്റ്റിനകത്തുനിന്നുള്ള പുക പുറത്തേക്ക് വരുന്നത് തന്നെ വീണ്ടും നമ്മുടെ ഈ പറഞ്ഞ പോലെ വണ്ടിയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ ഒരുപാട് ദ്വാരങ്ങൾ, സുഷിരങ്ങളുണ്ട്. അതുകൂടാതെ തന്നെ നമ്മുടെ AC-ക്കകത്ത് ഫിൽറ്ററുകൾ, എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അത്ര നമ്മുടെ വണ്ടിയുടെ ഉള്ളിലേക്ക് കയറും, 100% കയറാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ കയറുന്ന സമയത്ത് നമ്മളിത് ശ്വസിച്ച് നമ്മൾ പയ്യെ വീക്കായി നമുക്ക് റിയാക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് നമ്മുടെ ബ്രെയിൻ വീക്കായി പോകും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇപ്പൊ നമുക്ക് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ തോന്നാൻ സാഹചര്യം ഉണ്ടെങ്കിൽ പോലും നമുക്ക് ചിലപ്പോൾ തോന്നണമെന്നില്ല. അപ്പൊ അങ്ങനെയാണ് നമ്മൾക്ക് മരണം വരെ സംഭവിക്കാൻ. അത് ഈ കാർബൺ മോണോക്സൈഡ് ശ്വസിച്ച് വണ്ടിക്കകത്തിരുന്ന് മരിക്കുന്ന ആൾക്കാർ അവർ മരിച്ചതായിട്ട് പോലും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എന്റെ സത്യം. അപ്പൊ അതൊരു കാര്യമാണ്. അപ്പൊ അതെനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു, എന്തോ അത് ഓർമ്മ വന്നു. അപ്പൊ നമുക്ക് നമ്മുടെ വണ്ടിയിലേക്ക് തിരിച്ചു വരാം. അപ്പൊ ഇത് ഞങ്ങൾ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ കുറെ ആളുകൾ പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുണ്ട്, ഇപ്പൊ എന്ന് വെച്ചാൽ ചേട്ടന്റെ വണ്ടി ഏതാ, കാരണം ഞാൻ എൻ്റെ പല ഫോട്ടോകളിലും വണ്ടികളുടെ അറ്റവും മൂലയൊക്കെ കാണാറുണ്ട്. അപ്പൊ ചേട്ടൻ ഏത് വണ്ടി ഉപയോഗിക്കണം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യം കൂടെ ആയതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ സംസാരിക്കും. ത്രേസ്യാമയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. ത്രേസ്യാമയ്ക്ക് നേരത്തെ ഒരു വണ്ടി കാണുമ്പോൾ അതിനകത്ത് ZDA എന്താ, ZXI എന്താ, ഒന്നും G4 ഏതാ, അല്ലെങ്കിൽ V ഏതാ, Z ഏതാ, അതൊന്നും അറിയില്ലായിരുന്നു. അപ്പൊ ഞങ്ങൾ കാറിൽ പോകുമ്പോൾ നമ്മുടെ പ്രധാന ഗെയിം എന്ന് പറയുന്നത് ഓരോ വണ്ടി നോക്കിയിട്ട് അത് ഏത് സെഗ്മെന്റ് ആണെന്ന് പറയാം. അതുപോലെ തന്നെ ഏതാ ഡീസൽ ആണോ എന്ന് കണ്ടുപിടിക്കുക, ഓട്ടോമാറ്റിക്, അത് ഒറ്റ സെക്കൻഡിൽ പറയണം. അതൊക്കെയാണ് ഞങ്ങൾ. അതെ, അതൊക്കെ ഒരു രസമുള്ള പരിപാടികളാണ്. പിന്നെ എനിക്ക് ഈ വണ്ടി നിങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇത് സ്റ്റോക്ക് കണ്ടീഷനിലാണ്. എന്ന് വെച്ചാൽ ഈ വണ്ടി എങ്ങനെയാണോ നമുക്ക് ഷോറൂമിൽ നിന്ന് ഇറക്കുന്നത് അങ്ങനെ തന്നെയാണ് നമുക്ക് കിട്ടിയ പോലെ തന്നെയാണ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ആകെപ്പാട് ഇവിടെ കുറച്ച് ക്രോമിയം സ്ട്രിപ്പുകൾ ഉണ്ടായിരുന്നു. അത് എനിക്കൊരു ഭയങ്കര എന്തോ നമ്മൾ ഈ കോമാളികൾ പല്ലിടിച്ച് കാണിക്കുമ്പോഴത്തെ ഒരു ഫീൽ ഉണ്ടായതുകൊണ്ട് അത് പറിച്ചു കളഞ്ഞു. അപ്പൊ എനിക്കത് കുറച്ചുകൂടെ ക്ലീൻ ആയിട്ട് തോന്നി. അപ്പൊ അങ്ങനെ ഒന്നുമില്ല. എനിക്ക് വണ്ടിയിൽ കുറെ സ്റ്റിക്കർ പരിപാടികൾ, സാധനങ്ങളൊക്കെ കയറ്റി പിടിപ്പിക്കുന്നതിനോട് എനിക്ക് ആ പാടെ വെച്ചിരിക്കുന്നത് നമ്മുടെ അഡ്വക്കേറ്റിന്റെ ഒരു സ്റ്റിക്കറാണ്. അത് പലപ്പോഴും നമുക്ക് ഉപകാരപ്പെടാറുണ്ട്. ഇവളുടെ സ്റ്റിക്കറാണ്. നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് നമുക്ക് യൂസ് ചെയ്യണം. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ അത് മാത്രം വെച്ചിട്ടുണ്ട്. വേറൊന്നും അങ്ങനെ കാര്യമായിട്ട് ചെയ്തിട്ടില്ല. പിന്നെ അകത്ത് സ്റ്റീരിയോ കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല. അതിന്റെ കാരണം എന്താ വെച്ചാൽ ടച്ച് സ്ക്രീൻ ഒന്നാമത്തെ കാര്യം നമ്മൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യില്ല. കൂടുതൽ നമ്മൾ നാവിഗേഷനൊക്കെ നമ്മുടെ ഇവിടെ ഫോൺ ഹോൾഡറിൽ വെച്ചിട്ടായിരിക്കും ഉപയോഗിക്കുക. പിന്നെ എന്താ വെച്ചാൽ നമുക്ക് ടച്ച് ഉപയോഗിക്കുമ്പോൾ ഒരു പ്രശ്നം വെച്ചാൽ ഈ ഏതൊരു വണ്ടിയാണെങ്കിലും, പ്രത്യേകിച്ച് നമ്മുടെ ഒരു ടൊയോട്ട, സുസുക്കി പോലത്തെ വണ്ടികളൊക്കെ വരുമ്പോൾ എല്ലാ വണ്ടികൾക്കും അതെ, അതിന്റെ അകത്ത് ഇൻബിൽറ്റ് ആയിട്ട് ഒരു മൈക്ക് ഉണ്ടാവും അതിന്റെ ബ്ലൂടൂത്ത് സിസ്റ്റത്തിനകത്ത്. അപ്പൊ നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത് അത് വളരെ ക്വാളിറ്റി ഉള്ളതായിരിക്കും. പക്ഷെ നമ്മളൊരു ആഫ്റ്റർ മാർക്കറ്റ് ഒരു ടച്ച് സ്ക്രീൻ ഉള്ള ഒരു സ്ക്രീൻ എടുത്ത് വെച്ച് ക്യാമറകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച് കഴിയുമ്പോൾ അവർ പിന്നെ കണക്ട് ചെയ്യുന്ന അവരുടെ മൈക്കാണ്. ആ മൈക്കിന് ക്വാളിറ്റി ഉണ്ടാവണമെന്നില്ല. പിന്നെ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ അധികം സ്ക്രീൻ ടൈം ഇല്ലാണ്ടിരിക്കുന്ന കണ്ണിനും തലയ്ക്കൊക്കെ തലവേദനയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളൊക്കെ, മോഷൻ സിക്നസ് ഒക്കെ ഉണ്ടായി ഛർദ്ദിക്കാനൊക്കെ ഉള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ ഒന്നും ഇതുവരെയും ചെയ്തിട്ടില്ല. ഒരു തരത്തിലുള്ള ആവശ്യമില്ല, ഒന്നും ചെയ്തിട്ടില്ല. പ്ലെയിൻ ആയിട്ട് ഇത് മാത്രമാണ് നമ്മൾ ആകെ ഒരു വ്യത്യാസം വരുത്തിയിട്ടുള്ളത്. ബാക്കിയെല്ലാം അങ്ങനെ തന്നെ. അപ്പൊ ഇതാണ് നമ്മുടെ കാർ. ഇനി ഇത് ഏത് സെഗ്മെന്റ് ആണെന്നൊക്കെ പറഞ്ഞു. അതെ, സെഗ്മെന്റ് ഒക്കെ പറഞ്ഞു. ഇത് ഡീസൽ എഞ്ചിനാണ്. കൃത്യമായിട്ട് പറഞ്ഞ സ്പെസിഫിക്കേഷൻ പറഞ്ഞ 1.3 ലിറ്റർ ക്വാഡ്രാജെറ്റ് അല്ലെങ്കിൽ എന്താ പറയുക 4 സിലിണ്ടർ ടർബോ ചാർജ്ഡ് ഡീസൽ എഞ്ചിൻ, ഫിയറ്റിന്റെ എഞ്ചിനാണ്. അതായത് വേറൊരു കാര്യമുണ്ട്, ഇങ്ങനെ ഇപ്പൊ ആളുകൾക്ക് കേൾക്കാൻ ഇഷ്ടമുണ്ടോന്ന് അറിയില്ല. ഇപ്പൊ ഫിയറ്റിന്റെ 1.3 ലിറ്റർ മൾട്ടിജെറ്റ് എഞ്ചിനാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. ഈ എഞ്ചിൻ ഇന്ത്യയിലെ ലെജൻഡറി എഞ്ചിൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഇന്ത്യയിലെ ഏറ്റവും അധികം വിറ്റിട്ടുള്ള ഒരു ഡീസൽ എഞ്ചിൻ ചിലപ്പോൾ ഇതായിരിക്കും. നമ്മൾ കാണുന്ന റിറ്റ്സ്, സ്വിഫ്റ്റ്, ഇഗ്നിസ്, അതുപോലെ ബ്രസ, എർട്ടിഗ, സിയാസ്, മാരുതിയുടെ ഡീസൽ വണ്ടികളിലെല്ലാമുള്ള എഞ്ചിൻ ഇതാണ്. പിന്നെ ഒരു 1.6 ലിറ്റർ ഇതുപോലെ തന്നെ ഒരു മൾട്ടിജെറ്റ് ഫിയറ്റിൻ്റെ തന്നെയാണെന്ന് തോന്നുന്നു, ഫിയറ്റിൻ്റെ തന്നെയാവും ഒരു ഡീസൽ എഞ്ചിനുണ്ട്. അതേ എമിഷൻ നോംസ് മീറ്റ് ചെയ്യാൻ പറ്റാത്ത കാരണം അവരത് സ്റ്റോപ്പ് ചെയ്തു. അത് ഒരു രക്ഷയില്ലാത്ത എഞ്ചിനാണ്. ഇതും അടിപൊളി എഞ്ചിനാണ്. അപ്പോൾ ഈ എഞ്ചിൻ പക്ഷേ നമ്മൾ മറ്റ് പല വണ്ടികളും കണ്ടിട്ടുണ്ട്. അതാണ്
ഈ ഒരു മാനുഫാക്ചറുടെയും മറ്റൊരു മാനുഫാക്ചറുടെയും ഡിഫറൻസ്. ഇപ്പൊ നമ്മൾ ഈ വണ്ടി ഫിയറ്റിൽ കണ്ടിട്ടുണ്ട്, പുന്തോയിൽ കണ്ടിട്ടുണ്ട്, ലിനിയയിൽ കണ്ടിട്ടുണ്ട്, ടാറ്റയുടെ ഒരുപാട് ഡീസൽ എഞ്ചിൻസ് നമ്മൾ വിസ്റ്റ പോലുള്ള വണ്ടികളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ എഞ്ചിൻ ഇത്രയും റിലയബിൾ ആയിട്ട്, ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ട്യൂൺ ചെയ്ത്, ഇത്രയും എന്താ പറയാ, ഇത്രയും അടിപൊളിയായിട്ട് കീപ്പ് ചെയ്ത്, ഇത്രയും വോളിയം സെല്ല് ചെയ്ത ഒരു ബ്രാൻഡ് എന്ന് പറഞ്ഞ സുസുക്കിയാണ്. ഈ എഞ്ചിൻ കണ്ടുപിടിച്ച ഫിയറ്റ് ആണെങ്കിലും ഈ എഞ്ചിന് കൊണ്ട് പൈസ ഉണ്ടാക്കിയതും ആൾക്കാർക്ക് ഗുണമുണ്ടായതും സുസുക്കിയിലൂടെയാണ്. ഇപ്പൊ നമുക്ക് കാണാൻ പറ്റും, ഒരു പുന്തോയിൽ പോലും ഈ എഞ്ചിൻ ഇത്രയും റിലയബിൾ അല്ല. അതാണ് മാരുതിയുടെ എഞ്ചിനീയേഴ്സിന്റെ ഏറ്റവും വലിയ, സുസുക്കിയുടെ എഞ്ചിനീയർ, ഞാൻ മാരുതി പറഞ്ഞു, സുസുക്കിയുടെ എഞ്ചിനീയേഴ്സിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി അതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഈ വണ്ടി എന്ന് പറഞ്ഞാൽ ഇത്രയും കുറച്ച് ഹെവി ആയിട്ടുള്ള വണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടിക്കകത്ത് ഈ എഞ്ചിൻ വെച്ചിട്ട് ഇവർ ഇതിൻ്റെ ടർബോ വേരിയബിൾ ജോമെട്രി ടർബോ എന്ന് പറഞ്ഞാൽ, അതായത് പല RPM വേരിയബിൾ ആയിട്ടുള്ള ജോമെട്രി ഉള്ള ഒരു ടർബോ ആണ്. മറ്റേ സ്വിഫ്റ്റിൻ്റെ ടർബോ ഒന്നും പോലെയല്ല. അതുകൊണ്ട് തന്നെ ലോ RPM ഇതിന് എന്താ പറയുക, ലാഗൊന്നുമില്ല. പിന്നെ ടർബോ പൂൾ ചെയ്യുമ്പോൾ നല്ല പവറും ഉണ്ട്. അപ്പോൾ എല്ലാം കൊണ്ട് ഒരു പെർഫെക്റ്റ് വണ്ടിയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓടിച്ച് നോക്കിയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. പിന്നെ ആകെപ്പെട്ട ഒരു പ്രശ്നം വെച്ചാൽ ബാക്ക് സീറ്റിൽ കുറച്ച് ഒരു പൊടി ചാട്ടമുണ്ട്. അത് മോശം റോഡുകളിൽ കൂടെ പോകുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ. ഒരു രണ്ടുപേരിരുന്ന സെറ്റാണ്, വണ്ടി പെർഫെക്റ്റ് ആണ്, ഒരു കുഴപ്പമില്ല. പിന്നെ നമുക്ക് ആരെങ്കിലും സെക്കൻഡ് ഹാൻഡ് എവിടെയെങ്കിലൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് സജസ്റ്റ് ചെയ്യുന്ന ഒരു വണ്ടിയാണ് ബ്രസ. നല്ല വണ്ടി നോക്കിയെടുക്കുക, നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള, നല്ല വൃത്തിയായിട്ട് കൊണ്ടുപോകുന്ന, ഹൈറ്റ് ഉണ്ട്. നമുക്കിപ്പോൾ ഇന്നോവയിലൊക്കെ ഇരുന്ന് പോകുന്ന ഒരു ക്രിസ്റ്റയിലൊക്കെ ഇരുന്ന് പോകുന്ന ഒരു ഹൈറ്റ് ഒക്കെ കിട്ടും. പിന്നെ എന്താ പറയുക, മൈലേജ്, ഇത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എനിക്ക് ലോങ് ഡ്രൈവിൽ വളരെ മാന്യമായിട്ട് ഓടിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ 24-25 വരെയൊക്കെ മൈലേജ് കിട്ടും. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത, എത്ര വലിയ ട്രാഫിക്കിൽ ഏത് സാഹചര്യങ്ങളിൽ കൂടെ ഓടിച്ചാലും നമ്മൾ മാന്യമായിട്ട് ഓടിച്ചാൽ ഒരു 19-18 താഴത്തേക്ക് പോകില്ല. അത് ഒരു ഗ്യാരണ്ടിയാണ്. എനിക്കിപ്പോൾ ഞാൻ റീസെൻ്റ്ലി ഞങ്ങൾ കുറേ സമയത്ത് നമ്മൾ വണ്ടി ഓൺ ആക്കിയിട്ടിരുന്നു, വെയിറ്റ് ചെയ്ത് സ്റ്റേജിൽ കയറുന്ന സമയത്ത് വെയിറ്റ് ചെയ്തിരുന്നു, അങ്ങനെ ഇരുന്നു. പിന്നെ നല്ല ട്രാഫിക്കുള്ള സമയങ്ങളിലൊക്കെ പോയിട്ട് ഞങ്ങൾ കാസർഗോഡ് പോയിട്ട് തിരിച്ചു വന്നു. ഞാൻ ആവറേജ് ഫുൾ ടാങ്ക് അടിച്ച് നോക്കിയിട്ട് എനിക്ക് ആവറേജ് മൈലേജ് കിട്ടിയത് 20.3 ആണ്. ആവറേജ് മൈലേജ്. അപ്പോൾ എല്ലാ സാഹചര്യങ്ങളും കൂടെ കൂടിയിട്ട് ഒരു 20.3 മൈലേജ് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് വലിയൊരു കാര്യമാണ്. നല്ല ഓട്ടമുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇപ്പൊ ഇതെടുത്ത് നമുക്ക് എവിടെ പോകാനും നമുക്കൊരു മടിയില്ല. നമ്മൾ ഈ സാധനത്ത് ഒരു ക്രിസ്റ്റ മേടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ പകുതിയെ മൈലേജ് കിട്ടുള്ളൂ. ഇപ്പൊ ലിവിച്ചൻ പറയും, ക്രിസ്റ്റ മേടിക്കുന്നതിനെ പറ്റി ഒരു ചർച്ച വരുമ്പോൾ ലിവിച്ചൻ പറയും, നമ്മൾ വൈകുന്നേരം ഒക്കെ ഇങ്ങനെ ഇടയ്ക്ക് ചായ കുടിക്കാൻ പോകും. നമ്മൾ എറണാകുളത്ത് എവിടെയെങ്കിലും ഇങ്ങനെ ചായ കുടിക്കാൻ പോകുമ്പോൾ, എറണാകുളത്തുള്ളപ്പോൾ മാത്രം, അപ്പോൾ നമ്മൾ രാത്രി എടുത്ത് ഇങ്ങനെ പോകുമ്പോൾ ലിവിച്ചൻ പറയുന്ന ഒരു വാക്കാണ്, അതെ ഇപ്പൊ നമ്മളിങ്ങനെ പോകുന്നില്ലേ, ക്രിസ്റ്റയും ഫോർച്യൂണറൊക്കെ ആണെങ്കിൽ നിന്നെ എങ്ങനെ കൊണ്ടുപോയില്ല കേട്ടോ, ഇതിപ്പോ ഇതായതുകൊണ്ടാണ് ഇങ്ങനെ കൊണ്ടുപോകണേ. അത് എപ്പോഴും പറയും. അപ്പൊ തന്നെ ഞാൻ പറയുന്നത്, വേണ്ട ലിവിച്ച, ക്രിസ്റ്റ വേണ്ട, ഇത് മതി എന്ന് പറയും. നമ്മൾ സാധാരണക്കാരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ എല്ലാം ഒരു കമ്പൈൻഡ് ആയിട്ട് വരണം. ഇപ്പൊ സേഫ്റ്റി വേണം, മൈലേജ് വേണം, റിലയബിലിറ്റി വേണം, ഇതെല്ലാം കൂടെ ഒരു മീറ്റ് ചെയ്യുന്ന ഒരു ബ്രാൻഡ് സുസുക്കിയാണ്. അല്ലെങ്കിൽ ടൊയോട്ടയാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ നമുക്ക് വെക്കാൻ പറ്റുന്ന സുസുക്കിയാണ്. പിന്നെ ഇവരുടെ സർവീസൊക്കെ ഒന്നും പറയില്ല, നല്ലതാണ്, അടിപൊളിയാണ്. പിന്നെ ഒരു ശല്യം നമുക്ക് തോന്നുന്നത് വെച്ചാൽ, ഒരു സർവീസ് കഴിഞ്ഞാൽ ഇവർ അവിടെ നിന്ന് വിളിക്കും, പിന്നെ അതിന്റെ മുകളിൽ നിന്ന് വിളിക്കും, പിന്നെ അതിന്റെ മുകളിൽ, പിന്നെ ബോംബെ നിന്നൊക്കെ വിളിക്കുന്നുണ്ട്. വിളിച്ച് മനുഷ്യന്റെ തലയ്ക്ക്. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാം, സുസുക്കിയുടെ എനിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. അതായത് ഞാൻ ഈ വണ്ടി സെക്കൻഡ് ഹാൻഡ് എടുത്താണ് 2 വർഷം പഴക്കമുള്ള സമയത്ത്. ആ സമയത്ത് ഞാൻ എടുക്കാൻ കാരണം വെച്ചാൽ, സെക്കൻഡ് ഹാൻഡ് എടുക്കാൻ കാരണം ഈ വണ്ടിയുടെ പുതിയത് ഇല്ല എന്ന് വെച്ചാൽ ഡീസൽ എഞ്ചിൻ സ്റ്റോപ്പ് ചെയ്ത സമയത്താണ് നമ്മൾ എടുക്കുന്നത്. അന്വേഷിച്ചാണ് നമ്മൾ എടുത്താണ്. അപ്പൊ ഈ വണ്ടിയുടെ ബാച്ചിലുള്ള വണ്ടികൾക്ക് സ്റ്റിയറിംഗിന്റെ കോളത്തിന് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് കുറച്ച് സ്റ്റിക്കി ആവും. നമ്മൾ കുറച്ച് സ്പീഡ് കയറി കഴിയുമ്പോൾ നമ്മളൊരു വളവൊക്കെ വളയ്ക്കുന്ന സമയത്ത് ചെറിയൊരു സ്റ്റിക്നെസ് ഫീൽ ചെയ്യും, എന്ന് വെച്ചാൽ ഒരു ഒട്ടൽ ഫീൽ ചെയ്യും. അപ്പോൾ അങ്ങനെ ഞാനിത് കൊണ്ടുപോയിട്ട് ഷോറൂമിൽ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇതിങ്ങനെ ഈ ബാച്ചിനൊരു പ്രശ്നം ഉണ്ടായിരുന്നതാണ്. ഇതിന്റെ ഫസ്റ്റ് ഓണർക്ക് ഒരു പക്ഷേ ഇതിന്റെ മെയിൽ പോയിട്ടുണ്ടാവും, റീകോൾ ചെയ്തിട്ടുണ്ടായിരുന്നു വണ്ടികൾ. അപ്പോൾ ഫസ്റ്റ് ഓണർക്ക് മെയിൽ പോയിട്ടുണ്ടാവും. അപ്പോൾ അയാൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് മാർക്ക് കിട്ടാത്തത്. ഞങ്ങൾ എന്തായാലും ഒരു മെയിൽ അയക്കട്ടെ എന്ന് പറഞ്ഞു. ഒരു മെയിൽ അയച്ചു, രാവിലെ അയച്ചു, ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് മറുപടി വന്നു. അതായത് ലക്ഷോപലക്ഷം വണ്ടികളുള്ള ഒരു ബ്രാൻഡിൽ നിന്ന് രാവിലെ ഒരു മെയിൽ അയച്ചു, ഉച്ച കഴിഞ്ഞിട്ട് അത് മാറിക്കൊടുത്തോ എന്ന് പറഞ്ഞിട്ട് മെയിൽ വന്നു. പിറ്റേ ദിവസം രാവിലെ ഞാൻ വണ്ടി കൊടുത്തു. അന്നൊരു ദിവസം കൊണ്ട് അവരിതിന്റെ സ്റ്റിയറിംഗ് കോളം എല്ലാം ഫുൾ റീപ്ലേസ് ചെയ്ത്, ഒരു രൂപ പോലും മേടിക്കാതെ ഫുൾ റീപ്ലേസ് ചെയ്ത് വൈകിട്ടായപ്പോഴത്തേക്കും തന്നു. പിന്നെ ഇത്രയും അതിനുശേഷം നല്ലൊരു ഡിസ്റ്റൻസ് ഓടിയിട്ടുണ്ട്, ഒരു പ്രശ്നമില്ല, ഒരു കുഴപ്പമില്ല. അപ്പൊ അതാണ് സുസുക്കി എടുക്കുമ്പോഴുള്ള ഗുണം. നമ്മൾ സുസുക്കിനെ എല്ലാവരും കുറ്റം പറയും, പക്ഷെ ഇങ്ങനെ ചില കാര്യങ്ങളും അതിനകത്തുണ്ട്. പിന്നെ അപകടങ്ങൾ നമ്മൾ ക്ഷണിച്ചു വരുത്താതിരിക്കുക, നമ്മൾ പരമാവധി സൂക്ഷിച്ചു പോവുക. പിന്നെ സുസുക്കിയുടെ ഇപ്പോഴത്തെ വണ്ടികൾക്ക് അത്യാവശ്യം സേഫ്റ്റി റേറ്റിംഗ് ഉള്ള വണ്ടികളൊക്കെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി മേടിക്കുക. ഇതിന് 4 സ്റ്റാർ ഉണ്ട്. ഇത് അത്യാവശ്യം സ്ട്രോങ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ ഒരു ദിവസം എൻ്റെ ശ്രദ്ധ കുറവുകൊണ്ടാണ് ഞാൻ സിഗ്നലിൽ കുറുക്കുറെ കഴിച്ചുകൊണ്ട് പോകുമായിരുന്നു. അപ്പോൾ കുറുക്കുറെ
കുർക്കുറെ എടുക്കാൻ വേണ്ടി താഴത്തോട്ട് നോക്കിയിട്ട് നല്ല കഷ്ണം നോക്കി എടുത്തപ്പോഴത്തേക്കും ഒരു ചേട്ടൻ ഫ്രണ്ടിൽ ബ്രേക്ക് പിടിച്ചു, അയാളുടെ പുറകിൽ ഒരു ഇടി ഇടിച്ചു എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ഇടി ഇടിച്ച്. പക്ഷെ ആ ഇടി ഇടിച്ചിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എൻ്റെ ഫ്രണ്ടിൽ. എന്ന് വെച്ചാൽ ആ ഇടി ഇതിനൊന്നും പറ്റിയില്ല. ഇതിൻ്റെ ഇവിടെ ചെറുതായിട്ടൊരു സൂക്ഷിച്ചു വെക്കിയ ചെറിയൊരു ഇതുപോലെ കാണാം, പക്ഷെ എന്നാലും കാണത്തൊന്നുമില്ല, ഒന്നും പറ്റിയില്ല. പക്ഷെ ആ ഒരു ഡിസയർ ആയിരുന്നു. അതും സുസുക്കിയുടെ വണ്ടിയാണ്, അതിന്റെ ബാക്ക് കംപ്ലീറ്റ് പൊളിഞ്ഞ് തവിട് കൂടിയായി പോയി. നമുക്കൊന്നും പറ്റിയില്ലെങ്കിൽ നമുക്ക് കുറച്ച് പൈസ ചിലവായി. അതെ, കുറച്ച് പൈസ ചേട്ടന് കൊടുക്കേണ്ടി വന്നു. പക്ഷെ അത് എന്റെ മിസ്റ്റേക്ക് കൊണ്ട് സംഭവിച്ചാണ്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കാര്യങ്ങൾ പിന്നീട് ഞാൻ ആവർത്തിച്ചിട്ടില്ല. അതാ എന്താ പറയാ, അത് നിങ്ങളും ശ്രദ്ധിക്കുക. വണ്ടി ഓടിക്കുമ്പോൾ വണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ എന്തായാലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ എന്തായാലും നല്ല വണ്ടിയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് ഈ സുസുക്കിയുടെ മറ്റൊരു വണ്ടി എടുത്താലും ഞാൻ ഒരുപക്ഷെ ഇത് തന്നെ അഭിപ്രായം പറയും. ടൊയോട്ടയുടെ വണ്ടി എടുത്ത് ഇതിനേക്കാളും നല്ല അഭിപ്രായം പറയും. ടാറ്റയുടെ വണ്ടികൾ എടുത്താലും വണ്ടികളെ പറ്റിയൊക്കെ നല്ല അഭിപ്രായം തന്നെയായിരിക്കും. സർവീസിനെ പറ്റി എനിക്കറിയില്ല, പലരും പല മോശം അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് പക്ഷേ ഇപ്പോൾ ലെക്സോൺ മറ്റേ നിപ്പോൺ ടൊയോട്ടയുടെ അവരൊക്കെ സർവീസ് സെറ്റ് എടുത്തുകൊണ്ട് നല്ലതെന്നൊക്കെ പറയുന്നുണ്ട്. ഏത് ആര് വണ്ടി എടുത്താലും ഇപ്പൊ നമ്മുടെ ബന്ധുക്കളായാലും ഫ്രണ്ട്സിനായാലും എല്ലാവരും എന്നോട് ചോദിക്കൂട്ടെ, എല്ലാവരും ചോദിക്കും. ഇപ്പൊ റീസെന്റ് എന്റെ ആന്റി ഫ്രോക്സ് എടുത്തിട്ടുണ്ട്, ഫ്രോക്സിന്റെ ഓട്ടോമാറ്റിക്. അപ്പൊ ഞാൻ ആ ഒരു ബഡ്ജറ്റിൽ നോക്കി കഴിഞ്ഞപ്പോൾ അവർക്ക് ആന്റി ഏതെടുക്കുന്നത് പോലും തീരുമാനിച്ചിട്ടുണ്ടായില്ല. ആന്റിയുടെ ബഡ്ജറ്റും ആന്റിയുടെ റിക്വയർമെന്റ്സ് ഒക്കെ പറഞ്ഞപ്പോൾ ലീച്ചൻ അങ്ങോട്ട് സജസ്റ്റ് ചെയ്തു, ആന്റി ഞാൻ മൊത്തം കേട്ടിട്ട് എനിക്ക് തോന്നുന്നു ഫ്രോക്സ് എടുക്കാം, അല്ലാതെ നല്ല അവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇതാണ് നമ്മുടെ വണ്ടിയുടെ പ്രസക്കുട്ടൻ. അപ്പൊ നമുക്ക് അത്രയും പ്രിയപ്പെട്ട ജോണോസിന് ഇതുപോലെ തന്നെ ബ്രസ തന്നെ ചെറിയൊരു കാറുണ്ട്, കുഞ്ഞു ടോയ് കാർ. നമ്മുടെ ശ്രീജിഷ് പാട്ടുകാരൻ ശ്രീജിഷ് അവന്റെ ബർത്ത്ഡേക്കല്ല ഇവന്റെ ചെറുതിന്റെ മാമോസിക്ക് വന്നപ്പോ ജോണു ഈ ബ്രസ നമുക്ക് ബ്രസ ഉള്ളതുകൊണ്ട് ബ്രസ വരെ ചെറുത് മേടിച്ചോണ്ട് പൊന്നുപോലെ കൊണ്ടു നടക്കണേ. അത് അപ്പയുടെ ഒരു ഇത് കിട്ടിയിട്ടെന്ന് തോന്നുന്നു. അവനും കാറെന്ന് പറഞ്ഞു. ഇനി നമുക്ക് മറ്റൊരു സാധനം കാണിക്കാനുണ്ട്. ഇനി ഞങ്ങളുടെ ഒരു കുഞ്ഞു വണ്ടിയും കൂടെ കാണിക്കാണ്ട്. ഞങ്ങൾക്ക് ഒരു വണ്ടിയും കൂടി ഉണ്ട്. അത് ആ വണ്ടി ഒരു സ്പെഷ്യൽ വണ്ടിയാണ്. ആ വണ്ടിയുടെ പേര് ഞങ്ങൾ ഇപ്പൊ പറയുന്നില്ല, വണ്ടി ആദ്യം കാണിക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പൊ ഇതാണ് നമ്മുടെ ഇത് കാണുമ്പോ ചിലപ്പോ എല്ലാവർക്കും ഒരു ബൈക്കായിട്ട് തോന്നിയേക്കാം. എന്താ സംഭവം എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. അതെ, അതായത് ഇതൊരു ബൈക്കിന് സ്കൂട്ടറിൽ ഉണ്ടായ കുട്ടിയാണ്. അയ്യോ, അങ്ങനെയല്ല. അതായത് ഇതൊരു സ്കൂട്ടറിൽ നിന്ന് പുറപ്പെട്ട് ബൈക്കിലേക്ക് എത്താത്ത ഒരു വണ്ടിയാണിത്. ഇത് ഹോണ്ട ആക്ച്വലി വളരെ എക്സ്പെക്ടേഷനോട് കൂടി നമ്മുടെ നാട്ടിൽ ഇറക്കിയ ഒരു മിനി ബൈക്ക് അല്ലെങ്കിൽ മിനി സ്കൂട്ടർ എന്ന് വിളിക്കാവുന്ന ഒരു സാധനമാണിത്. ആക്ച്വലി ആക്റ്റീവ തന്നെയാണ്, അല്ലെങ്കിൽ ആക്റ്റീവ ഡിയോ, ആ സെയിം സ്പെക്കാണെല്ലാം, എഞ്ചിനും കാര്യങ്ങളെല്ലാം അതാണ്. പക്ഷെ ഒരു ബൈക്ക് പോലെയാണ് ഇവരിത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന് ഗിയർ ഇല്ല, ഭയങ്കര ഈസിയാണ് ഓടിക്കാൻ. പ്രത്യേകിച്ച് പെൺപിള്ളേർക്കൊക്കെ ഓടിച്ച് കിടക്കാൻ നല്ല രസമുള്ള സ്കൂട്ടറാണ്. കാരണം ഒത്തിരി ഹൈറ്റ് ഇല്ല. ഇപ്പൊ എറണാകുളത്ത് ഈ വണ്ടിക്കും നമുക്കൊരു കഥയുണ്ട്. ഈ വണ്ടിക്കും കഥയുണ്ട്. അതായത് നമുക്കൊരു സ്കൂട്ടർ വേണമെന്ന് ആഗ്രഹം തോന്നിയ സമയത്ത് എനിക്ക് ആക്ച്വലി ആദ്യം ഒരു ബൈക്ക് ഉണ്ടായിരുന്നു, ഹങ്കൻ എന്ന് പറഞ്ഞൊരു ബൈക്ക് ഉണ്ടായിരുന്നു. അത് ഞാൻ ഈ പറഞ്ഞ പോലെ ഒത്തിരി ആഗ്രഹിച്ച് മേടിച്ചൊരു ബൈക്കാണ്. അത് പൊന്നുപോലെ കൊണ്ടുനടന്ന ബൈക്കാണ്. അവസാനം ആ ബൈക്ക് ഞാൻ വിൽക്കാനൊരു കാരണമുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ എറണാകുളത്തേക്ക് മാറി. അപ്പോൾ എനിക്ക് ബൈക്ക് തന്നുവിടാനായിട്ട് വീട്ടിൽ ഭയങ്കര എന്താ പറയുക, അതെ, ബൈക്കിൽ നിന്ന് ഞാൻ 2-3 പ്രാവശ്യം വീഴുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്കൂട്ടറിൽ നിന്ന് വേണം എൻ്റെ ലിഗമെന്റ് പ്രശ്നമായിട്ട് അതൊക്കെ സർജറി ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സ്കൂട്ടർ എനിക്കൊരു രാശിയില്ലാത്ത സാധനം ആയതുകൊണ്ട് വീട്ടിൽ നിന്ന് ഭയങ്കര പേടിയായിരുന്നു തന്നുവിടാൻ. അങ്ങനെ ഞാൻ അത് വെറുതെ വെച്ച് അത് എന്താ പറയുക, ഞാൻ വരുമ്പോൾ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് വയ്ക്കും, എന്നാലും എൻ്റെ ബാറ്ററിയൊക്കെ പോയി തുടങ്ങി. അപ്പോൾ അങ്ങനെ എനിക്ക് ഭയങ്കര വിഷമം തോന്നി, അത് കേടായി പോയെങ്കിലോ എന്ന് കരുതി. അപ്പോൾ അങ്ങനെ ഞാൻ അതൊരാൾക്ക് കൊടുത്തു. അയാളത് വന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞു, ലിബിനെ ഞാൻ ഇത് വാങ്ങിക്കോളാം, ഞാൻ പറഞ്ഞ പൈസ തന്നത് വാങ്ങി. അത് വണ്ടി നന്നായിട്ട് കൊണ്ടുവരുന്ന ആളുകൾ. അപ്പോൾ അങ്ങനെ ആ ബൈക്ക് കൊടുത്തു. അതിനുശേഷം ഒരു സ്കൂട്ടർ വേണമെന്ന് ഈ വീട്ടിൽ വന്നപ്പോൾ ഞങ്ങൾക്ക് ആഗ്രഹം തോന്നി. അപ്പോൾ എനിക്ക് നമ്മുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ കാർ സ്റ്റാർട്ട് ചെയ്ത് പോകണ്ടല്ലോ. പിന്നെ എനിക്ക് സ്കൂട്ടർ പേഴ്സണലി വലിയ ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ. എനിക്ക് ബൈക്കിനോടാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ കൂടെ ഓടിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ മേടിച്ചാണ്. പിന്നെ ഞങ്ങൾ ഇങ്ങനെ നോക്കി തുടങ്ങി. നവി വേണമെന്ന് ഞങ്ങൾക്ക് ഒരു ആഗ്രഹം ഉണ്ടാവും, പക്ഷേ ഈ സാധനവും കിട്ടാനില്ല. ബ്രാസ അന്വേഷിച്ചതിനേക്കാളും കൂടുതൽ അന്വേഷിച്ച സാധനമാണ് ഇത് അന്വേഷിക്കാൻ കണ്ടിട്ട് ഞങ്ങളോട് കുറെ പേര് വന്നു, നിങ്ങൾക്ക് പ്രാന്താണോ എന്നൊക്കെ ചോദിച്ചു. അതെ, കാരണം ഇത് ആൾക്കാർക്ക് ഇതൊരു ടോയ് വണ്ടി പോലെ എന്ന് വെച്ചാൽ ഒരു കളിപ്പാട്ടം പോലെയാണ് ആളുകളുടെ ഒരു ഫീൽ ചെയ്യണം. പക്ഷെ ഇത് ഇത് തന്നെ വേണമായിരുന്നു. ഞങ്ങൾ എറണാകുളത്തൊക്കെ താമസിക്കുന്ന സമയത്ത് അവിടെ ചെറിയ പെൺകുട്ടികളൊക്കെ ഈ സാധനം
ഓടിച്ചു പോകുന്ന കാണുമ്പോൾ ഞാനിങ്ങനെ നല്ല രസമുണ്ടല്ലോ അത്, കാരണം അവർക്ക് ഇവക്കാണല്ലോ ഓടിച്ചിടക്കാൻ നല്ല രസമായിരിക്കും എന്ന് എനിക്ക് തോന്നി. അപ്പോൾ നമ്മളൊരു വട്ടം ഒബ്രോൺ മോളിന്റെ ആ റോട്ടില് ട്രാഫിക്കിൽ പെട്ട് കിടക്കുമ്പോ ഞങ്ങൾ ഇങ്ങനെ പ്രാന്ത് കുറേ സമയമായിട്ട് ഇങ്ങനെ കിടക്കുക. എനർജി വന്നത് രണ്ട് കുഞ്ഞു പെമ്പിള്ളേര് സാധനം എടുത്ത് ഇതെന്തായിട്ടും ഇങ്ങനെയാണ്. അപ്പൊ അത് ഭയങ്കര രസമായിട്ട് തോന്നി. മനസ്സിൽ കയറിയതാണ്. ഇപ്പൊ ഒരു ഞാൻ പറഞ്ഞൊരു എക്സാമ്പിൾ കാണിച്ചിട്ട്, ഞാനത് കയറി എന്നിട്ടുണ്ടെങ്കിൽ ഇതിന്റെ സൈസ് കുഞ്ഞു വണ്ടിയാണ്. എനിക്കിത് ചെറിയ വണ്ടിയാണ്. പക്ഷെ ത്രേസ്യാമ കയറിയിരുന്നേ, ത്രേസ്യാമയ്ക്ക് ഇത് കറക്റ്റ് ആയിരിക്കും. കണ്ടോ ത്രേസ്യാമയ്ക്ക് കണ്ടോ, ഇത് ആക്ച്വലി ഇത് പെൺകുട്ടികൾക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ, ആണുങ്ങൾക്ക് നല്ല രസമാണ് ഓടിക്കാൻ. പക്ഷെ സൈസ് വൈസ് പെൺകുട്ടികൾക്ക് കുറച്ചും കൂടെ, എന്നാൽ ഇരിപ്പൊക്കെ നല്ല ഹൈറ്റ് ഉണ്ട്, നല്ല രസമാണ് ഓടിച്ചു കിടക്കാൻ. പിന്നെ ഒരു കംപ്ലൈന്റും വരില്ല, ആക്റ്റീവാണ് സാധനം, ഒരു പ്രശ്നവുമില്ല. അതെ, കാർബറേറ്റർ എഞ്ചിനാണ്, ഫ്യൂൽ ഇഞ്ചക്ഷൻ ഒന്നും അല്ല, അതുകൊണ്ട് തന്നെ ഒന്നും കംപ്ലൈന്റ് ഒന്നും വരാനില്ല. ഓടിച്ചു കിടക്കാൻ നല്ല രസമാണ്. പിന്നെ നമ്മളിത് കുറെ തപ്പി അതെ പല വണ്ടികളൊക്കെ കണ്ടു, പക്ഷെ പാലക്കാട് വരെ പോയി. പിന്നെ ഈ വണ്ടി നിങ്ങൾ ഒരിക്കലും ഈ വണ്ടി നല്ലൊരു ഷേപ്പിൽ ഒരിടത്തും കാണാൻ സാധ്യതയില്ല. എന്ന് വെച്ചാൽ അത്രയും നന്നായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് ആളുകളുടെ കയ്യിൽ മാത്രമേ ഈ വണ്ടി നല്ല വൃത്തിയിലിരിക്കുള്ളൂ. ബാക്കിയുള്ളവരുടെ കയ്യിൽ ഈ പറഞ്ഞ പോലെ പിന്നെ ഇതിന്റെ വൈസറൊക്കെ ഇതിനകത്ത് എന്താ പറയാ, നമുക്ക് അഡീഷണൽ ഫിറ്റിംഗ്സ് ആണ്, എക്സ്ട്രാ ഫിറ്റിംഗ്സ് ആണ്. അതുപോലെ ഈ ഇരിക്കുന്ന പീസ് ഇത് എക്സ്ട്രാ ഫിറ്റിംഗ് ആണ്. പിന്നെ അതുപോലെ ഈ ബോക്സ് ഇതൊക്കെ നമുക്ക് ഓപ്ഷണൽ ആണ്, വേണമെങ്കിൽ മേടിക്കാം. അപ്പൊ അങ്ങനെ ഈ ബോക്സിനകത്ത് അത്യാവശ്യം സാധനങ്ങൾ നന്നായിട്ട് കയറും. സാധനങ്ങളിനകത്ത് ഇതിനകത്ത് കയറ്റി വെച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും എന്താ പറയാ നല്ല രസമുള്ള ബൈക്കായിട്ടും സ്കൂട്ടറായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. എന്നാൽ നമുക്ക് ഇതിൽ വേണമെങ്കിലും നല്ല രസം, വളരെ വെയിറ്റ് കുറവാണ്. ഇതിൽ വേണമെങ്കിലും നമുക്ക് സുഖമായിട്ട് ഈസി ആയിട്ട് മാനുവർ ചെയ്ത് സമയത്ത് ഞാൻ ഇതിലേക്ക് പോകുമ്പോൾ ആൾക്കാർ അതുപോലെ ഇത് നമ്മൾ എവിടെ കടയിലൊക്കെ ചെല്ലുമ്പോൾ ആളുകൾ ഇത് ഇലക്ട്രിക് ആണോ, ഇത് എന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടി നമ്മളെ പരിചയപ്പെട്ടവരുണ്ട്. നമ്മുടെ പരിസരത്ത് നമുക്ക് മാത്രമേ ഉള്ളൂ. അതാണ് എന്റെ ഏറ്റവും വലിയ പ്രത്യേകത. എറണാകുളത്ത് സെൻട്രലിലേക്ക് അടുക്കും തോറും കുറച്ച് ആളുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് വളരെ കുറച്ച് നമ്മൾ അങ്ങനെ കാണാറുള്ളൂ. നിങ്ങള് പല ആളുകളും ഇത് കണ്ടിട്ടുണ്ടാവും, പക്ഷെ ഇത് ഓടിച്ചു നോക്കിയിട്ടൊന്നും ചിലപ്പോ ഇപ്പൊ നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അത് അവിടെ കണ്ടിട്ടുണ്ട് ഇവിടെ കണ്ടിട്ടുണ്ട് ഓർമ്മ വരും. ഇപ്പൊ നമ്മുടെ ബാജിയോ അവൻ ഈ വണ്ടി സ്കൂട്ടർ ഞങ്ങൾ എടുക്കുമ്പോൾ ഞങ്ങളെ കുറെ കളിയാക്കി, അയ്യേ അത് മറ്റേ ലൂണയല്ലേ എന്നൊക്കെ പറഞ്ഞ് കുറെ കളിയാക്കി. പക്ഷേ അവൻ എന്നിട്ട് അവന്റെ മയസ്ട്രോ ഓടിച്ച് ഇവിടെ വന്നിട്ട് അവൻ ഇതെടുത്ത് ഓടിച്ചു നോക്കിയപ്പോ പറയാ എന്ത് രസമാണ് അത് ഓടിക്കാൻ, ഭയങ്കര രസമാണ് ഓടിക്കാൻ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഇത് ഹൈവേയിലെ ഞാൻ അതായത് തൃശ്ശൂരിൽ നിന്നാണ് ഞങ്ങൾ ഈ വണ്ടി എടുത്ത്, പാലക്കാട് സൈഡിൽ നിന്ന് തൃശ്ശൂർ ഒരു ചേട്ടൻ നമുക്ക് ആ ചേട്ടൻ കൊണ്ടു തന്നു. എന്നിട്ട് ഞാനത് അവിടുന്ന് ഓടിച്ചാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പൊ എനിക്ക് പക്ഷെ ഹൈവേയിലൊക്കെ കയറുമ്പോൾ നല്ല രസമായിട്ടാണ് ഫീൽ ചെയ്ത് ഓടിക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ കൊണ്ടുവന്നിട്ട് ഇതിനകത്ത് ഫുൾ ചെക്ക് ചെയ്ത് എന്തെങ്കിലും കംപ്ലൈന്റുകളൊക്കെ വരാൻ സാധ്യതയുള്ള സാധനങ്ങൾ വരെ മാറി പെർഫെക്റ്റ് ആക്കി അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ നല്ല രസമാണ് ഓടിക്കാൻ. അപ്പൊ അങ്ങനെ ഇതും നമ്മുടെ ഇഷ്ടം കൊണ്ട് മാത്രം അല്ലെ, ഇഷ്ടമാണ് മെയിൻ, നമ്മുടെ ഇഷ്ടം, നമ്മുടെ ആഗ്രഹം, അത് വലിയ ആഗ്രഹങ്ങളൊന്നും ചെറിയ ആഗ്രഹം. അതെ, ഇതിപ്പോ നിങ്ങൾ ഞാൻ ഈ വണ്ടിനെ പറ്റി ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ഏത് പൊട്ട വണ്ടി ഇതൊക്കെ എന്തിനു കൊള്ളാം എന്നൊക്കെ നിങ്ങൾ തോന്നിയേക്കാം. പക്ഷെ അത് നമ്മുടെ ഒരു ഇഷ്ടമാണ്. അപ്പൊ ഇതൊക്കെ ഇപ്പൊ നമുക്ക് നല്ല പ്രായത്തിലൊക്കെ ഇത് ചെയ്യാൻ പറ്റുന്നതൊക്കെ അതെ ചെയ്യാം. ഇപ്പൊ നമുക്ക് ഇപ്പൊ ഈ വണ്ടി കൊണ്ട് ഇപ്പൊ ഞാനിപ്പോ ഒരു സ്ഥലത്ത് ഗസ്റ്റ് ആയിട്ട് പോകുന്ന സമയത്തൊക്കെ ചില ആളുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, പിന്നെ ഒരു ക്രിസ്റ്റയൊക്കെ എടുത്തുകൂടെ കുറച്ചും കൂടെ സേഫ്. ഈ വണ്ടി ആക്ച്വലി നല്ല സേഫ് ആണ്, ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത. പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു പോവുക. നമ്മള് മറ്റുള്ളവരെ കാണിക്കുന്നതിനേക്കാളും നമ്മുടെ ആഗ്രഹങ്ങൾക്ക് പ്രയോറിറ്റി. കാറ് വണ്ടി എന്നല്ല, ഏത് കാര്യത്തിനാണെങ്കിലും എനിക്ക് പക്ഷെ ആഗ്രഹമൊക്കെ ഉണ്ട്, നമുക്ക് ഇഷ്ടമുള്ള പോലെ. എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട് കുറച്ച്. വേറൊരു വണ്ടി എനിക്ക് ആഗ്രഹമുണ്ട്, അതും ഈ പറഞ്ഞ പോലെ നമ്മുടെ മനസ്സിലുള്ള ഒരു വണ്ടിയാണ്. പക്ഷെ അത് അതിലേക്ക് എത്താൻ ഞാൻ ആയിട്ടില്ല. ഇരുന്നിട്ടേ കാല് നീട്ടാവുള്ളൂ, നേരെ കാല് നീട്ടിയാ നടുകൂടി. അപ്പൊ അതുകൊണ്ട് നമുക്ക് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നമുക്ക് പറ്റാത്തൊരു ഭാരം നമ്മൾ ഒരിക്കലും പിടിക്കില്ല. അതെ, അപ്പൊ നമുക്ക് പയ്യെ ചിലപ്പോ പറ്റുമോ, പക്ഷെ ചിലപ്പോ പറ്റുമായിരിക്കും, ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ചാൽ പറ്റുമായിരിക്കും. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ 2 കുഞ്ഞുമക്കളും കൂടി ഉള്ളതുകൊണ്ട് അവർക്കും നമ്മൾ സേഫ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. നമുക്ക് വീട് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. എല്ലാം നമ്മളൊരു ആർഭാടം കാണിക്കാവുന്നത് നമുക്ക് താല്പര്യമില്ല. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഞങ്ങൾ ഭയങ്കര സംഭവമാണ്, അങ്ങനെ കാണിക്കേണ്ട ആവശ്യമില്ല, സംഭവമല്ല. അതായത് ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ ത്രേസ്യാമയുടെ കോളേജിൽ ഗസ്റ്റ് ആയിട്ട് പോയി കഴിഞ്ഞപ്പോൾ, ത്രേസ്യാമ പഠിച്ച LF കോളേജിൽ ലിറ്റിൽ ഫ്ലവർ കോളേജ് ഗുരുവായൂർ ഗസ്റ്റ് ആയിട്ട് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ ഈ വണ്ടി ഡ്രൈവ് ചെയ്തിട്ടാണ് അവിടെ പോയത്. അപ്പോൾ എനിക്കന്ന് സ്റ്റേജിൽ ഞാൻ സംസാരിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ കൈയ്യടി കിട്ടിയ ഒരു വാചകം എന്ന് പറഞ്ഞാൽ ഞാനിതാ പറഞ്ഞത്. അതായത് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഒരു ഗസ്റ്റ് ഒരു കോളേജിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫംഗ്ഷന്റെ ഒരു ഗസ്റ്റ്, ഒരു സെലിബ്രിറ്റി ഗസ്റ്റ് എന്നൊക്കെ നിങ്ങൾ വിളിക്കുന്ന രീതിയിലുള്ള ആളുകൾ വരുമ്പോൾ ആദ്യമായിട്ടായിരിക്കും ഒരാൾ സ്വന്തം വണ്ടിയിൽ സ്വന്തമായിട്ട് ഓടിച്ച് ഭാര്യയും കുട്ടിയൊക്കെ ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അതിനാണ് അവിടെ പഠിച്ചിരുന്ന സമയത്ത് ഞാൻ യൂണിയനിൽ ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്കറിയാം, നമ്മുടെ ഗസ്റ്റ് വരുമ്പോൾ തലേദിവസം ഏറ്റവും നല്ല കാർ ഏൽപ്പിക്കും, ഏറ്റവും നല്ല ഹോട്ടലിൽ ഏൽപ്പിക്കും,
ഇപ്പോൾ ഉണ്ണിമൂന്നൻ സാർ വന്നിട്ടുണ്ട്, GP സാർ, ഞാൻ ഉള്ളപ്പോൾ GP സാർ വന്നിട്ടുണ്ട്, അങ്ങനെ കുറേ പേര് വന്നിട്ടുണ്ട്, G വേണുഗോപാൽ സാർ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അവരൊക്കെ വരുമ്പോൾ തലേദിവസം നല്ല കാർ ഏൽപ്പിക്കുന്നു, പ്ലസ് നല്ലൊരു എന്താ പറയുക അതൊക്കെ ചെയ്യണം. അപ്പോൾ ലീച്ചിനെ ഏൽപ്പിച്ചപ്പോഴും സാർ വിളിച്ചിട്ട് എന്നോടായിട്ടായിരുന്നു കോൺടാക്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ നമുക്ക് കാർ വേണ്ട, നമ്മൾ നമ്മുടെ കാറിൽ വന്നോളാം. പിന്നെ എന്റെ വീട് അവിടെ അടുത്തായതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് വന്നു. അതല്ലെങ്കിലും നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് പ്രയോറിറ്റി ഒന്നുമില്ല. നമുക്കൊരു സന്തോഷമാണ്. പ്രത്യേകിച്ച് ഞാൻ ഗസ്റ്റ് ആയിട്ട് കോളേജിലൊക്കെ പോകുന്ന സമയത്ത് എന്ന് വെച്ചാൽ ഞാൻ ചെന്ന് അവിടെ ചെല്ലുന്ന ഒരു രീതിനേക്കാളും കൂടുതൽ ഞാൻ അവർക്ക് വേണ്ടി ചെയ്യുന്ന കാര്യത്തിനാണ് ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാറ്. ഞാൻ അവർക്ക് വേണ്ടി നല്ല പാട്ടുകൾ പാടി കൊടുക്കുക, അവരെ എൻജോയ് ചെയ്യിപ്പിക്കുക, ഡാൻസ് കളിപ്പിക്കുക, അവരോടൊപ്പം കുറച്ച് സമയം അടിച്ചു പൊളിച്ചിട്ട് പോരാ. എനിക്ക് ലീച്ചനിൽ ഏറ്റവും നല്ലൊരു ക്വാളിറ്റി ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം ക്വാളിറ്റി ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ കുറെ പേര് നമ്മളെ ഇങ്ങനെ പല രീതിയിലും ഇൻസിസ്റ്റ് ചെയ്യും, നീ വേറൊരു ഇതിലേക്ക് അപ്ഗ്രേഡ് ചെയ്യും, അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും. പക്ഷെ ലീച്ചൻ അങ്ങനെ എത്ര പേര് പറഞ്ഞാലും ലീച്ചൻ ഒരു 10 പ്രാവശ്യം അതിനെ പറ്റി ചിന്തിച്ച് കാൽക്കുലേറ്റ് ചെയ്ത് ലീച്ചൻ ഒരു ഡിസിഷൻ എടുക്കുള്ളൂ. ചാടി കയറിപ്പോ ഞാൻ പറയും നിങ്ങളൊന്ന് സ്പീഡിൽ ചെയ്യുക, ഇപ്പോൾ എന്ത് കാര്യമാണ് ചോദിച്ചാൽ അങ്ങനെ എങ്ങനെ ചെയ്യണേ ഒന്ന് ആലോചിക്കട്ടെ അങ്ങനെ പറഞ്ഞ്. അപ്പൊ അതുകൊണ്ട് തന്നെയാന്ന് തോന്നുന്നു ലൈഫിൽ കുറെ കാര്യങ്ങൾ അങ്ങനെ ചെയ്യുന്നതിന്റെ ഒരു ഗുണം താങ്കൾക്കുണ്ട്. അതെ, ഇപ്പൊ എനിക്ക് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ത്രേസ്യാൻ പറയാതെ അങ്ങനെ പെട്ടെന്ന് കുക്ക് ചെയ്താൽ പോരെ, പക്ഷെ എനിക്കത് പറ്റില്ല. എനിക്കത് ഓരോ സാധനങ്ങൾ ഇത്ര ആയിട്ട് ചെയ്ത് അതെല്ലാം അരിഞ്ഞു വെച്ച് എല്ലാം കൃത്യമായിട്ട് ചെയ്ത് കൃത്യം സാധനങ്ങൾ കൃത്യം സമയത്തിട്ട് അത് അവസാനം അതിനെ ചേർക്കേണ്ട സാധനങ്ങൾ വരെ ചേർത്ത് ഇത്ര മാത്രം വേവിച്ച് അങ്ങനെയൊക്കെ എടുത്തെങ്കിലാണ് നമ്മള് നല്ല മൂഡിലൊക്കെ ആണെങ്കിൽ ലീച്ചൻ കുക്ക് ചെയ്യുന്നത് കണ്ടിരിക്കാൻ തന്നെ നല്ല ഭയങ്കര ഗ്രേസ്ഫുൾ കുക്കിംഗ് ആണ്. അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് കുറച്ച് മറ്റേ സീറോ ഇങ്ങനെ കുറച്ചിടണം സ്പീഡ്, പക്ഷെ ഭയങ്കര എന്താ പറയാ ഭയങ്കര ഗ്രേസ്ഫുൾ ആയിട്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് ചെയ്യും. ടേസ്റ്റ് ഉണ്ട്. ഞാൻ പക്ഷെ അങ്ങനെയല്ല, എനിക്ക് പക്ഷേ അതൊരു ക്വാളിറ്റി ആയിട്ടാ. എന്ന് വെച്ചാൽ എനിക്ക് പെട്ടെന്ന് സമയമില്ല, കാരണം പിള്ളേർ അപ്പോഴേക്കും എനിക്ക് പെട്ടെന്നൊരു സാധനം ഉണ്ടാക്കി എടുക്കാൻ പറ്റില്ല. അതിൽ ഇവളാണ് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കും, പക്ഷെ അതിന്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ലീച്ചും പയ്യെ ഉണ്ടാക്കുള്ളൂ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പൊ എന്തായാലും പറഞ്ഞു വന്നത് നമ്മുടെ നവി. അതെ, സ്കൂട്ടർ. ഓക്കെ, ഇതാണ് ത്രേസ്യാമയ്ക്ക് കറക്റ്റ് സൈസിലുള്ള ഒരു സ്കൂട്ടറാണ്. അതെ. അപ്പൊ അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് ഇത് അധികം ഓടിക്കാൻ പറ്റാറില്ല. പിന്നെ ഈ വണ്ടി എന്ന് വെച്ചാൽ ഞങ്ങൾ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ കുഞ്ഞു കുറേ വഴികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനും ജോണൂസിനെ ഫ്രണ്ടിലിരുത്തി, ഹൗസ് കുറച്ചുകൂടെ വലുതാകുമ്പോൾ ഹൗസിന് ഫ്രണ്ടിലിരുത്തി ജോണിനെ പുറകിലേക്ക് തട്ടണം. എന്നാലും അപ്പോൾ അങ്ങനെ എന്താ പറയുക ചെറിയ ഓട്ടങ്ങൾ ഈ വില്ലക്കകത്തോടെ. അതായത് ലീച്ചനെയും ഞാൻ പ്രഗ്നൻസിയിൽ പ്രത്യേകിച്ച് അപ്പൊ ഞാനിങ്ങനെ ഇവിടെ ഇരിക്കും, ലീച്ച അത് വാങ്ങിച്ചിട്ട് ഇത് വാങ്ങിച്ചിട്ട് വന്നിട്ട് വിടും. അപ്പൊ ജോണു വേഗം കയറി ഇരിക്കും ഇവിടെ. ഇവര് ഈ കടയിൽ പോയി വരുന്ന സമയം കഴിഞ്ഞിട്ട് ഇവരെ കാണില്ല, വിളിക്കും, ഫോൺ എടുക്കില്ല. അപ്പൊ നമുക്കിങ്ങനെ ടെൻഷൻ അടിച്ച് കുറെ കഴിയുമ്പോൾ ആടിപ്പായി ഇങ്ങനെ വരും. നീ കുറെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല, എന്തേ ത്രേസ്യാമേ നിങ്ങൾ എവിടെയായിരുന്നു? ഞങ്ങൾ ആ വഴി കൂടെ പോയപ്പോഴേ വേറൊരു വഴി കണ്ടു, അപ്പൊ അതിൽ പോയപ്പോഴേ ഇത് സ്കൂൾ കണ്ടു. ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് അപ്പനും മോനും കൂടെ കയറി വരും. അത്രയും നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വണ്ടിയാണിത്. അതെ, നമ്മുടെ കുറെ നല്ല മൊമെന്റ്സ്. അതെ, പിന്നെ നമ്മൾ തപ്പി കണ്ടുപിടിച്ചതുകൊണ്ട് അതിനോടൊരു സ്നേഹമുണ്ട്. സ്നേഹം കൂടുതലുണ്ട്. അതെ, ഇപ്പൊ ത്രേസ്യാമയുടെ അപ്പനത് എന്നോട് കൊടുക്കാമെന്ന് ചോദിച്ചോണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരൻ ഇതിനോടൊരു ഭ്രാന്ത് വരുന്നുണ്ട്. എന്റെ അപ്പൻ ഇതുപോലെ വേറൊരു ഐറ്റാണ്. അപ്പൊ പപ്പ ഈ സാധനം കാണുമ്പോൾ ഇത് എനിക്ക് തരുമോ ചോദിച്ചോണ്ടിരിക്കുകയാണ്. എങ്ങനെ പറയും തരില്ല എന്ന്. ഞാൻ അവസാനം തരാന്ന് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് പയ്യെ കൊടുക്കുള്ളൂ, കുറച്ച് കൊടുത്ത് ഓടിച്ച് പപ്പയുടെ ആഗ്രഹമൊക്കെ തീരുമ്പോ ഇങ്ങ് എടുത്തിട്ട് വരാന്ന് ഓർത്തിട്ട്. അതെ, അപ്പൊ അങ്ങനെ. അപ്പൊ ഇതാണ് നമ്മുടെ വണ്ടികളുടെ വിശേഷം. ഇതാണ് 2 വണ്ടിയുള്ളൂ. ഇനി ഞങ്ങൾ പുതിയ ഏതെങ്കിലും വണ്ടി മേടിക്കുകയാണെങ്കിൽ ഞങ്ങൾ കാണിക്കാം. ഇനി ജോണുവിന്റെ ഒരു പിന്നെ എനിക്ക് പറയാനുള്ളത് വണ്ടിപ്രാന്തന്മാരോടും വണ്ടിപ്രാന്തികളോടും പറയാനുള്ളത്, പ്രാന്തികളും ഉണ്ട് വണ്ടിക്ക് ഇഷ്ടം പോലെ. എന്റെ ഒരു ഫ്രണ്ടൊക്കെ ഇപ്പൊ പെൺപിള്ളേർക്ക് വണ്ടി, ചില ആളുകൾ ഈ സ്ത്രീകൾ വണ്ടി ഓടിക്കുന്നതിനെ കുറ്റം പറയാൻ വേണ്ടി മാത്രം ഇരിക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെയല്ല, പൊതുവെ സ്ത്രീകൾക്ക് ഒരു കുറച്ച് എന്താ പറയാ ചില സമയങ്ങളിൽ അവർക്ക് ആണുങ്ങളെക്കാളും പെട്ടെന്ന് അവര് പേടിക്കാനൊക്കെയുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ ഞങ്ങളുടെ ഒരു ചേട്ടൻ ഇതുപോലെ വണ്ടി ഓടിക്കും, ഞാൻ പുറകിലിരിക്കുക. അപ്പൊ ഒരു വണ്ടി ഇങ്ങനെ പയ്യെ പോവാ, അത് വല്ല പെണ്ണായിരിക്കും ഓടിക്കുന്നത് അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു. അതെ, അപ്പൊ അങ്ങനെ അത് പക്ഷെ ഒരു തെറ്റിദ്ധാരണയാണ്. ഒരു പ്രായം കഴിഞ്ഞ ആണുങ്ങളും പെണ്ണുങ്ങളും, ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണ്, അത് പുരുഷന്മാരാണ് സ്ത്രീകളാണെങ്കിലും ഒരു പ്രായം കഴിയുമ്പോൾ അവര് പൊതുവെ സ്ലോ ആവും. അപ്പൊ അതിപ്പോ ആണ് പെണ്ണെന്നൊന്നുമില്ല. പിന്നെ ചെറുപ്പക്കാരികൾ, ചെറിയ പെൺകുട്ടികളൊക്കെ കാർ ഓടിക്കണ നമുക്ക് കൊതിയാവും. അതുപോലെ അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഓടിക്കുന്ന പെൺകുട്ടികളുണ്ട്. ഇപ്പോൾ എൻ്റെ പരിചയത്തിൽ തന്നെ വളരെ നന്നായിട്ട് വണ്ടി ഓടിക്കുന്ന പെൺകുട്ടികളുണ്ട്. എന്ന് വെച്ചാൽ ഒരു വണ്ടി ഓടിക്കാന്ന് വെച്ചാൽ സ്പീഡിൽ പോകുന്നതല്ല ഒരു നല്ല ഡ്രൈവിങ്. അതായത് ഞാൻ ഡ്രൈവിങ് നന്നായിട്ട് പഠിച്ചതിന്റെ കാരണം എന്താണെന്ന് അറിയാം. നന്നായിട്ടെന്ന് വെച്ചാൽ എനിക്ക് പലരും നന്നായിട്ട് കോംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു മാത്യു സാർ എന്ന് പറഞ്ഞൊരു സാറുണ്ട്, നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ടാണ്. അപ്പോൾ സാറ് കുറേ ലിറിക്സ് ഒക്കെ എഴുതുന്നത് ആദ്യമായിട്ട് എന്നെ CD-യിൽ, അതായത് ഡിവോഷണൽ CD-കളിൽ പാടിച്ചതൊക്കെ സാറാണ്. അപ്പോൾ സാറിൻ്റെ ഒരു സന്തത സഹചാരിയായിരുന്നു ഞാൻ ഒരു സമയത്ത്. ഞങ്ങൾ ശനി ഞായറും എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്ത് ട്രിപ്പുകൾ കണ്ടുപിടിച്ച് പോകും. സാറിൻ്റെ ഒരു സെന്നുണ്ട്. അപ്പോൾ ആ സെന്നിൻ്റെ കാര്യമാണ് ആദ്യം ഞാൻ പറഞ്ഞത്.
അപ്പോൾ ആ വണ്ടി ഓടിക്കാൻ പോകുന്ന സമയത്ത് പുള്ളിക്കാരൻ ആണ് എന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്യാൻ പഠിപ്പിച്ചു. ഒരു പരിധി വിട്ടുള്ള സ്പീഡുകൾ, ഓരോ എത്ര കൃത്യമായിട്ടുള്ള RPM-ൽ ഗിയർ മാറണം, ഈ വണ്ടി എപ്പോഴും ഒരു RPM-ൽ കീപ്പ് ചെയ്യണം. അതുപോലെ ഗിയർ മാറുന്നത് വണ്ടിക്ക് അകത്തിരിക്കുന്ന ആളുകൾ അറിയാൻ പാടില്ല, ബ്രേക്ക് ചെയ്യുന്നതും ഒരു പരിധി വിട്ട് അറിയാൻ പാടില്ല, വണ്ടി എടുക്കുന്നതും അറിയാൻ പാടില്ല. വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഡ്രൈവിംഗ് ശൈലി പുള്ളി ചീത്ത വിളിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എന്താ പറയുക, അതാണ് ശരിക്കും നല്ലൊരു ഡ്രൈവർ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ എന്താ പറയാ, അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഓടിക്കുന്ന ഇഷ്ടംപോലെ പെൺകുട്ടികളെ എനിക്കറിയാം. കീർത്തന നന്നായിട്ട് ഓടിക്കുന്നത് കേട്ടിട്ടുണ്ട്. കീർത്തന അമ്മ നന്നായിട്ട് ഓടിക്കും. കീർത്തന ഡ്രൈവ് ചെയ്യുമ്പോൾ ഞാൻ നന്നായിട്ട് ഓടിക്കും. കീർത്തന ഓടിക്കുമ്പോൾ ഞാൻ വണ്ടിയിൽ ഇരുന്നിട്ടില്ല. അല്ല, കീർത്തന ഓടിക്കുമ്പോൾ ഇരുന്നിട്ടുണ്ട്. എന്റെ സ്വിഫ്റ്റ് കീർത്തന ഒരു പ്രാവശ്യം ഓടിച്ചാൽ നന്നായിട്ട് ഓടിക്കും. അപ്പൊ അങ്ങനെ നന്നായിട്ട് ശ്രീലക്ഷ്മി അവള് അടിപൊളിയായിട്ട് ഓടിക്കും. അപ്പൊ ഓക്കെ, അവള് മറ്റേ ടാറ്റാ സുമയൊക്കെ പഴയ വണ്ടിയില്ലേ അതൊക്കെ എടുത്തിട്ട് ലോ കോളേജ് വരുന്നത് എന്റെ അടുക്ക. ഞാൻ ഒരു പയ്യെ ഓടി തരാം, അവൾക്ക് പക്ഷെ അടിച്ചു പൊളിച്ചു. അപ്പൊ അങ്ങനെ ഓടിക്കുന്ന പെൺകുട്ടികളുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്താ പറയാ, നന്നായിട്ട് വണ്ടി ഓടിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക, വണ്ടിയെ സ്നേഹിക്കുക. നമ്മുടെ കയ്യിലുള്ളത് എന്ത് വണ്ടിയാണെങ്കിലും അത് പൊന്നുപോലെ കൊണ്ടു നടക്കുക. അതുമൂലം വേറെ ആൾക്ക് അതുപോലെ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ വാങ്ങിക്കുന്ന ആളുകൾ, കൊടുക്കുന്ന ആളുകൾ, വാങ്ങിക്കുന്ന ആളുകൾ കൃത്യമായിട്ട് നോക്കിയിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ കൊടുക്കുന്ന ആളുകൾ, ഈ പുതിയ വണ്ടി എടുക്കുന്ന ആളുകളെക്കാളും സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുന്ന ആളുകളുടെ ഒരു ഇന്റിമസി ഭയങ്കര കൂടുതലായിരിക്കും. എന്താ വെച്ചാൽ അവര് കൂട്ടി വെച്ച് കുറെ കാലം ആഗ്രഹിച്ച് ഉള്ള പൈസ ചിലപ്പോൾ കുറച്ച് കടവും കൂടെ മേടിച്ചിട്ടായിരിക്കും ഈ വണ്ടി വാങ്ങിക്കുന്നത്. അപ്പൊ അവരെ നമ്മൾ പറ്റിക്കാൻ പാടില്ല. അവരെ നമ്മൾ പറ്റിക്കുമ്പോൾ നമുക്ക് അപ്പൊ അതുകൊണ്ട് അതും ശ്രദ്ധിക്കുക. അപ്പൊ എന്തായാലും ഉപദേശമൊക്കെ നിർത്തിയിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇതാണ് ഞങ്ങളുടെ ചെറിയ വണ്ടി വിശേഷങ്ങൾ. കുഞ്ഞു വണ്ടി, പിന്നെ കുറെ വണ്ടികൾ അകത്തുണ്ട്. ജോണുവിന്റെ വണ്ടികൾ പരിചയപ്പെടുത്തണം. അതിനകത്ത് സ്കൂട്ടർ മുതൽ സൈക്കിള് മുതൽ JCB മുതൽ ഫയർ എഞ്ചിൻ മുതൽ എല്ലാം ഉണ്ട്. പക്ഷെ എന്നാലും പുതിയൊരു വണ്ടി ഉണ്ട്, അവനത് വേണം. അതൊന്ന് കുറയ്ക്കണം. പക്ഷെ അവന് ഇപ്പൊ ഒരു പുതിയ സാധനം കിട്ടി അതിന്റെ പുറകെ പോയിട്ട് അതിന്റെ കൂടെ നടക്കില്ല, അതുകൂടെ ഇത് കൊടുത്തു വെച്ച് എല്ലാം കൂടെ നോക്കിയിരിക്കും. പിന്നെ അവന് ഇങ്ങനെ ഓടിച്ച് നടക്കാൻ കുഞ്ഞൊരു സൈക്കിളൊക്കെ ഉണ്ട്. അപ്പൊ അവന് അത് ഭയങ്കര ഫേവറേറ്റ്. നമ്മൾ ഈ വണ്ടി തുടക്കാനൊക്കെ കണ്ടിട്ട് അവൻ എന്തെങ്കിലും ഒരു ചെറിയ കരടൊക്കെ ഇരിക്കുമ്പോഴേക്കും അത് അവൻ തുടക്കും. നമ്മളേത് കണ്ടുപിടിച്ചതായിരിക്കും. അപ്പൊ അങ്ങനെയാണ് ഞങ്ങളുടെ വണ്ടി വിശേഷങ്ങൾ. അതൊക്കെയാണ് വിശേഷങ്ങൾ. അത്രേ ഉള്ളൂ. അപ്പൊ ഇനി നമ്മുടെ പാട്ടിന്റെ വീഡിയോ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. അടുത്ത വീഡിയോ ഞങ്ങള് പാട്ടിന്റെ ഒരു സെഗ്മെന്റ് ആണ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളുടെ വീഡിയോകൾ കാണുക. ഞങ്ങള് എന്താ പറയാ, ഇപ്പൊ ആളുകളുടെ ചീത്തവിളി പാട്ടിന്റെ വീഡിയോയുടെ അടുത്ത വീഡിയോ പാട്ടിന്റെ ആയിരിക്കും. അതെ, തീർച്ചയായിട്ടും. അത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന, അത് ഞങ്ങൾ കുറച്ച് ദിവസം മുമ്പ് ഒരു ഇതിട്ടുണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ട പാട്ടുകൾ പറയാൻ പറഞ്ഞിട്ട്. അപ്പൊ കുറച്ച് പാട്ടുകളുടെ ലിസ്റ്റ് ഞങ്ങളുടെ കയ്യിലുണ്ട്. ആ പാട്ടുകൾ ഞങ്ങൾ അടുത്ത ദിവസം നിങ്ങൾക്ക് വേണ്ടിയിട്ട് പാടിത്തരും. ഇനി ആർക്കെങ്കിലും അയക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യാം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് DM മെസ്സേജ് അയക്കാം. അപ്പോൾ നമ്മൾ അതും കൂടെ ചേർത്ത് അടുത്ത വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് അതായിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ വണ്ടി വിശേഷങ്ങൾ.